കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ ഓർക്കാപ്പുറത്ത് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ബാഗിനകത്ത് ലഹരിയുടെ പൊതി വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുക. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്താൽ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഏത് പോക്കറ്റിലേക്കാണ് ഇവന്മാർ കുത്തിവെച്ചിട്ട് പോകുന്നതെന്ന് അറിയാത്ത സ്ഥിതിയിൽ സൂക്ഷിച്ചിരിക്കും. കാരണം ഞാൻ ശരാശരി ഒരു 1500 കുറയാതെ കിലോമീറ്റർ ഒരാഴ്ച സഞ്ചരിക്കുന്നയാളാണ്. 2 പ്രാവശ്യം കോട്ടയം 300, 600 കിലോമീറ്റർ അത് മാത്രം യാത്ര ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും ഞാൻ യാത്ര ചെയ്യുന്ന KSRTC സ്വിഫ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഇടത്തിരിക്കുന്നവനും വലത്തിരിക്കുന്നവനും എവിടുന്ന പൊതി കൊണ്ട് തിരികെ എൻ്റെ ബാഗിലിടുന്നതെന്ന് അറിയാൻ പറ്റില്ല. വളരെ വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിലൂടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായൊരു വേദഭാഗത്തിലേക്ക് പോകാം. ഫിലിപ്പിയ ലേഖനം. ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പിലുള്ള ദൈവസഭയിൽ ലേഖനം എഴുതി വരുമ്പോൾ 2-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യം ഇതാണ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു. ഇനി നിങ്ങൾ തുറന്ന് സമയം കളയണ്ട. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഓരോരുത്തരിലും ഉണ്ടായിരിക്കേണ്ട ഭാവത്തെക്കുറിച്ച് ധന്യനായ പൗലോസ്ലീഹ ഫിലിപ്പിയിലുള്ള ദൈവസഭയ്ക്കാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവമാണെങ്കിൽ മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്, ക്രിസ്തുവിൻ്റെ ഭാവമാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് കഴിയും എന്നുള്ളത് ധൈര്യത്തോടെ വിളിച്ച് പറയുന്നൊരു ഞാനതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകാൻ നമ്മുടെ മുൻപിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. എങ്കിലും തൻ്റെ ഹൃദയത്തിനകത്ത് തന്നെ ഭരിച്ച ഒരുപാട് ഭാരം നിമിത്തം സന്തോഷത്തിൻ്റെ ലേഖനമെന്ന ഈ ലേഖനത്തെ പറയുന്നത് ജോയ്, എപ്പിസൽ ഓഫ് ജോയ്. ഈ ലേഖനത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്, കാരാഗ്രഹ ലേഖനം കൂടെയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? കയ്യിൽ ചങ്ങല, കാലിൽ ആമം ഒക്കെ ധരിച്ചിരിക്കുകയാണെങ്കിലും അദ്ദേഹം പരമാവധി ശ്രമിക്കുകയാണ്. കാരണം കേട്ട വാർത്തകളൊക്കെ വല്ലാതെ ഭാരപ്പെടുത്തുന്നത്. വില കൊടുത്ത് സ്ഥാപിച്ച ഒരു ദൈവസഭ ആ യഥാർത്ഥമായ അനുഭവത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ള വാർത്തകൾ കഷ്ടപ്പെട്ട് പടുതുയർത്തിയ ഭക്തൻ്റെ ജീവിതത്തിൽ വല്ലാതെ വേദനകൾ ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം എഴുതുക, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് കളയാം, ഇത് മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവമായി നിലനിൽക്കട്ടെ. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുക. നിങ്ങൾക്കൊരു ചിന്തയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് ഓറിയിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആ ഭാഗമെന്ന് പറയുന്നത് കുടുംബം, കുടുംബ ബന്ധങ്ങൾ ഈ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിച്ച് മുൻപോട്ട് പോകാനായിട്ട് കഴിയും എന്നതിനെ ആസ്പദമാക്കി ചില നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് സംവേദിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, കുടുംബം എന്ന് പറയുന്ന സംവിധാനം മനുഷ്യനിർമ്മിതമല്ല, ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട അനുഗ്രഹീതമായ ഒരു സംവിധാനത്തിൻ്റെ പേരാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് കുടുംബം. മലയാളത്തിലെ ആ വാക്ക് തന്നെ കേൾക്കുമ്പോൾ അറിയില്ലേ, കൂടുമ്പോൾ ഇമ്പം എന്നല്ലേ. വെൻ ടു ഗ്യാദേഴ്സ് ടുഗദർ, ജോയിൻസ് ടുഗദർ, ദർ ഷുഡ് ബി ഹാർമണി. 2 പേർ ഒരുമിച്ച് കൂടുമ്പോൾ എന്തുണ്ടാകണം? ഇമ്പം ഉണ്ടാകണം. അങ്ങനെ ഇമ്പം ഉണ്ടാകുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരാണ് കുടുംബം എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ കുടുംബമോ പോസ്റ്റ് മോഡേൺ ഫാമിലിയെ നമ്മൾ എങ്ങനെ വിളിക്കാൻ പറ്റും? കൂടുമ്പോൾ ഭൂകമ്പം. 2 പേർ ഒന്നിച്ച് കൂടുമ്പോഴത്തേക്കും വല്ലാത്ത സമ്മിശ്രമായ പ്രതികരണങ്ങൾ, അടിപിടി, ബഹളം, വല്ലാത്ത രീതിയിൽ. ഞാൻ ഈ അടുത്ത സമയത്ത് കൗൺസിൽ ചെയ്ത ഒരു സഹോദരി എന്നോട് പറഞ്ഞ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛൻ വന്നെന്ന് ആദ്യം അറിയുന്ന നാട്ടുകാരാണ്, അയൽവക്കക്കാരാണ്. ഞാൻ വെച്ചാൽ എങ്ങനെയാണ്? അടുക്കളയുടെ ഭാഗത്തൂടെ അലൂമിനിയം പാത്രം ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ പറയും അച്ഛൻ കുഞ്ഞ് വന്നിട്ടുണ്ട്. എങ്ങനെ അറിയാം? വീട്ടിനകത്തെ സംഭവങ്ങളെല്ലാം നാട്ടുകാർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മുടെ ബന്ധങ്ങൾ വല്ലാതെ ശിഥിലമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാ ക്രിസ്തീയ കുടുംബങ്ങൾ അല്ല, വേർപെട്ട കുടുംബങ്ങൾ വ്യത്യസ്തരാകേണ്ടിയിരിക്കുന്നത്. ഞാൻ 21 വർഷമായിട്ടൊരു ഫാമിലി കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫാക്കൽറ്റി ട്രെയിനറായിട്ട് കൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ ഗവൺമെൻറ് കാര്യങ്ങളിലൂടെ ഇടപെടേണ്ടതായിട്ടുള്ളത് കൊണ്ടും ഒത്തിരി കാര്യങ്ങൾക്കകത്ത് തലയിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓരോ ദിവസവും കേൾക്കുന്നതും കാണുന്നതുമായ വാർത്തകളൊന്നും അത്ര രസകരമല്ല, സുഖകരമല്ല. ചിലതൊക്കെ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്, ഹൃദയം പൊട്ടിപ്പോകുന്നതാണ്. ഒരമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, ഇല്ലമ്മ പോകല്ലേ, എന്നെയും അപ്പായും ഇട്ടേച്ച് പോകല്ലേ എന്നൊക്കെ പറയുന്ന ഹൃദയം പൊട്ടിക്കുന്ന വാർത്തകളൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ട് നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട ഗതികേടുണ്ടായ ഒരുപാട് കൗൺസിലേഴ്സിൽ ഒരാളാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. തിരുവനന്തപുരത്തെ വഞ്ചിയൂർ കോടതിയോ നെടുമങ്ങാട് കോടതി, 2 കുടുംബ കോടതിയാണ് തിരുവനന്തപുരത്തുള്ളത്. ഞാൻ 21 വർഷമായി പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയുടെ കാര്യം മാത്രം പറഞ്ഞു പോകാം. എൻ്റെ സ്വന്തം ജില്ലയായ ആലപ്പുഴയിലെ സ്ഥിതി ഇതിനേക്കാൾ രൂക്ഷമാണ്. പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ ഇതിനേക്കാൾ ഗുരുതരമാണ്. നിങ്ങൾ
ബഹുഭൂരിപക്ഷവും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഭാഗമായിരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് അവിടെ ഇതിനേക്കാൾ ഗുരുതരമായി പോയിക്കൊണ്ടിരിക്കുക. പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ ഒരിക്കലും കേട്ടുകേഴ്വിയില്ലാത്ത ഒരു പ്രധാനപ്പെട്ട അനുഭവമായിരുന്നു വേർപെടൽ. ഇല്ലേ? നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒന്നും കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ ഡോക്ടറൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാത്തലിക് സെമിനാരിയിലാണ് പഠിച്ചത് 13 വർഷം. അപ്പം അച്ഛൻ എനിക്ക് ഒരു മോഡലൊക്കെ ഉണ്ടാക്കി തന്നിട്ട് പറയും, സന്തോഷം ആദ്യം ചെയ്യണം, പെന്തിക്കോസുകാരുടെ ഇടയിൽ ഡിവോഴ്സ് ഇല്ലെന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിൻ്റെ ആവശ്യകത ഇല്ലെന്നല്ലേ പറയുന്നത്. ഒന്ന് പോയി അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയൊക്കെ ഒന്ന് കേട്ട് അവരെ ഒന്ന് പഠിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വരണം. മേൽപ്പാടം എന്ന് പറയുന്ന സ്ഥലം കുറച്ച് പേർക്കെങ്കിലും അറിയാമല്ലോ, നിരണത്തിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. എൻ്റെ വല്യമ്മച്ചിയുടെയൊക്കെ നാട് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തപ്പിപ്പിടിച്ച് ഒരു IPCയിലെ പാസ്റ്ററേയും ഭാര്യയും ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ പോയി. കുറേ പ്രായമുള്ളത്, ഒരു 80-ലധികം വയസ്സ് പ്രായമുണ്ട് അപ്പച്ചൻ, 78ഓളം വയസ്സ് പ്രായമുണ്ട് അമ്മച്ചിക്ക്. ഞാൻ അവിടെ ചെന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം അമ്മച്ചിയാണ് കിട്ടിയത്. അപ്പച്ചൻ എഴുന്നേറ്റ് വരാൻ ഇച്ചിരി സമയമെടുത്തു. അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇത്രയും കാലത്തിനിടയിൽ 10, 60, 70 വർഷമായി വിവാഹം കഴിച്ചിങ്ങനെ ജീവിക്കുകയല്ലേ, ഈ കാലത്തിനിടയിൽ എപ്പോഴെങ്കിലും വേർപെട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്? എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി കണ്ണാടിക്കടയിൽ കൂടെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ആദ്യത്തെ ദിവസം തന്നെ എനിക്കങ്ങനെ തോന്നിയതാണ്. കാരണം ഇയാളെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ ചിന്ത വന്നു. പക്ഷേ എന്നെ അതിന് സമ്മതിക്കാതിരുന്നൊരു ഘടകമുണ്ട്. ഞാൻ 14.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എൻ്റെ വിവാഹ നിശ്ചയം നടക്കും. നെരണംപള്ളിയിലൊക്കെ പോയി കല്യാണത്തിന് പോകുമ്പോൾ അന്നത്തെ കടത്തുവള്ളത്തിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ ചെവിയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇനിയും ഇവനറിയാതെ ഈ പടി ഇങ്ങോട്ട് കയറിയേക്കരുത്. ആ വാക്ക് ഇന്നും 78ാമത്തെ വയസ്സും വല്ലാതെ, അമ്മച്ചി ആ വല്യമ്മ മരിച്ചിട്ട് വർഷങ്ങളായി, എങ്കിലും ഇന്നും ആ വാക്ക് വല്ലാതെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുക. എന്താ? ഈവനറിയാതെ ഈ വീടിൻ്റെ പടി കയറി. ഇന്ന് നമ്മളെങ്ങനെയാണ് പറയുന്നത്? അവൻ നിന്നെ തൊടു വേണ്ട, സൂക്ഷിച്ച് നോക്കിയാൽ മതി, ഇവിടെ റെഡിയാ മോളെ, ഇങ്ങോട്ട് പോരെ. ഈ തരത്തിലുള്ള ഒരുപാട് ഓപ്പണിങ്സ് നമുക്കിടയിൽ വല്ലാതെ സാധ്യതകളായി മാറിക്കൊണ്ടിരിക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സ് നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മധ്യത്തിൽ വല്ലാതെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഫയലുകളാണ് തരുന്നതേ കോടതിയിൽ നിന്ന്. സാധാരണ 8, 10, 20 മുതൽ 100 കണക്കിന് പേജുകളുള്ള വാർത്തകളൊക്കെ എഴുതി വെച്ചിരിക്കുക. വായിച്ച് വരുമ്പോൾ നമ്മൾ സാധാരണ പറയാണ്ട് സവാള പൊളിച്ചതുപോലെ ഇരിക്കും. അകത്ത് ചെല്ലുമ്പോൾ ഒന്നുമില്ല, വെറും ഈ തൊലി മാത്രമേ ഉള്ളൂ. ജീവിതത്തിനകത്ത് എന്തും നേരിടാനുള്ള ഉൾക്കരുത്ത് പ്രാപിക്കുന്ന 2 വ്യക്തികൾ യോജിക്കുന്ന യോജിപ്പിനെയാണ് കുടുംബം എന്ന സംവിധാനം എന്നായി പറയുന്നത്. 2 പദവും കൂടെ ഞാനൊന്ന് വിവരിച്ചിട്ട് വേഗത്തിൽ കുടുംബത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുക. എവിടെയായി കുടുംബം രൂപീകൃതമാകുന്നത്? 1, മലയാളത്തിലെ ഒരു പദമാണ് വിവാഹം. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? വിശേഷമായി വഹിക്കേണ്ടത്. വെറുതെ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മുടെയൊക്കെ വിചാരം വിവാഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചക്കാത്തിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാധനം ഒന്നുമല്ല, വില കൊടുക്കേണ്ടതാണ്. 2 പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ചേരുമ്പോൾ അതിനകത്ത് വിട്ടുവീഴ്ചകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളെ ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും, അത് സുഖമാകാം, ദുഃഖമാകാം, നിരാശയാകാം, ഭാരമാകാം, വേർപാടാകാം, ഒരുപാട് അനുഭവങ്ങൾ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് എത്താം. അവിടെയെല്ലാം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, വിശേഷമായി വഹിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് വിവാഹം എന്നോർക്കുക. 2ാമത്തെ പദം സംസ്കൃതത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ മലയാളത്തിലെ നല്ലൊരു പദമാണ് ദാമ്പത്യം. അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം? ഒരുമിച്ച് ദാനം ചെയ്യുവാനും ഒരുമിച്ച് സഹിക്കുവാനും. വളരെ എളുപ്പമുള്ള കാര്യമാണ്. ദാനമെന്ന് പറയുന്നത് ഇഷ്ടമാണ്, പക്ഷേ സഹിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 6-8 വർഷങ്ങൾക്ക് മുമ്പ്, കോവിഡിനൊക്കെ കുറച്ച് മുമ്പ്, ഞാനൊരു ആർത്രൈറ്റിസ് രോഗിയാണെന്നുള്ളത് തിരിച്ചറിവ് എനിക്കുണ്ടായി. ഈ യാത്രക്കിടയിലൊക്കെ പല ദിവസങ്ങളിലും തിരിച്ചറിവിലേക്ക് എത്തിയതാണ്. പക്ഷേ കൃത്യമായി ഉണ്ടായത് അന്ന് RAF ഒക്കെ പരിശോധിച്ച് എൻ്റെ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ അന്നത്തെ റുമറ്റോളജിസ്റ്റ്, മെഡിക്കൽ കോളേജിൽ വളരെ പ്രഗത്ഭനായ ശ്രീകുമാർ സാർ പറഞ്ഞു, സാറേ നിങ്ങളൊരു കിടപ്പ് രോഗിയാകേണ്ട തരത്തിൽ നിങ്ങൾക്ക് സാധനമുണ്ട്, പിന്നെ എങ്ങനെ നിങ്ങൾ ഓടുന്നു എന്നുള്ളത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ ഓടുന്നതിൻ്റെ പിന്നിൽ ഒരു കരുത്തുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാനിങ്ങനെ ഓടുക. ജീവിതത്തിനകത്ത് ഇത് ഉടനെ ഒന്നും മാറാൻ സാധ്യതയില്ല. കോവിഡിന് അന്ന് നിർദ്ദേശിച്ച മരുന്ന് കോവിഡിന് മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. ആ സാധനം തുടങ്ങിയതോടുകൂടി എനിക്ക് ഒത്തിരിയും ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടായി. എൻ്റെ കാഴ്ചയ്ക്ക് പ്രയാസമുണ്ടായി. ഇന്ന് വരെ നഷ്ടപ്പെട്ടു പോയ ടിയർ ഗ്ലാൻഡ് പിന്നെ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഇനി നിങ്ങൾ എന്നെ കൊണ്ട് 1 കിലോ സവാള അരിയിപ്പിച്ചാലും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരില്ല. കാരണം ആ ഗ്ലാൻഡ് എന്നേക്കുമായിട്ട് നിന്നുപോയി. ഇത് വേറെ പ്രശ്നമൊന്നുമല്ല, ഞാൻ കഴിച്ച ആ ഗുളികയുടെ പ്രശ്നമാണ്. ഞാൻ അന്ന് ഈ ഇംഗ്ലീഷ് മരുന്നിൻ്റെ പരിപാടി നിർത്തി.
അതിനുശേഷം എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും എൻ്റെ ഒരു വളരെ നല്ല സ്നേഹിതനുമായ പ്രിയപ്പെട്ടവർ, നമുക്ക് ആയുർവേദ മെഡിക്കൽ കോളേജിൽ വളരെ പ്രഗത്ഭനായ റുമറ്റോളജി മാത്രം കൈകാര്യം ചെയ്യുന്ന ഡോക്ടറുണ്ട്, അദ്ദേഹത്തെ കാണാം. ശരി, അങ്ങോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം ഇനി എഴുതി അങ്ങ് കുറിക്കുകയാണ്. കുറേ സാധനം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നെ നോക്കുന്ന പോലുമില്ല, പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുക. അവസാനം എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയും മരുന്നാണ് ഞാൻ കുറിച്ചിരിക്കുന്നത്, അതിനകത്ത് ലേഹ്യമുണ്ട്, കഷായമുണ്ട്, പല സാധനങ്ങളുണ്ട്, പക്ഷെ ഒരു കാര്യം മാത്രം നിർബന്ധം, പഥ്യമുണ്ട്. ഞാൻ ചോദിച്ചു, പഥ്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ സാധനത്തിൻ്റെ പേര് പറഞ്ഞു. ഞാൻ അവസാനം ചോദിച്ചു, ഇതെല്ലാം എനിക്ക് മനസ്സിലായി, ഇതൊന്നും കഴിക്കരുതെന്നല്ലേ പറഞ്ഞു. ഇനി എന്ത് കഴിക്കാം? 2 സാധനം കഴിക്കാം. ഞാൻ പറഞ്ഞു, എന്നാൽ അത് മാത്രം ആദ്യം പറഞ്ഞാൽ പോരായിരുന്നു. ഒന്ന് അവല്, രണ്ടാമത് പഴം. ഞാൻ പറഞ്ഞു, ഈ മരുന്നിനെ കുറിച്ച് ഇരിക്കട്ടെ, കുറിപ്പടി ഇങ്ങനെ തന്നേര്, സാധനം മേടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ യാത്ര ചെയ്യുന്നയാളാണ്, എല്ലായിടവും അവലും പഴവുമായിട്ട് പോകുന്ന യാത്രയൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ അത് നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞതിൻ്റെ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? പഥ്യമെന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നോ എന്ന് പറയേണ്ടതിനെ നോ എന്ന് പറയാനുള്ള സമർപ്പണമാണ് കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. ഈ തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കുടുംബ ബന്ധം നമുക്കിടയിൽ ഉണ്ടായിരുന്നു, എന്നാൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ദൈവത്താൽ സ്ഥാപിതമായ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് നാം എത്തുമ്പോൾ നാം ഓർക്കണം, ഈ വിട്ടുവീഴ്ചകൾ, ഈ സ്നേഹത്തിൻ്റെ ആ ഒരു ഒരുമ ഒക്കെ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് മറന്നു പോകരുത്. ഒരുപാട് കുടുംബങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അതിനകത്തെ ഒരു ഭാഗം മാത്രം ഒന്ന് തൊട്ടിട്ട് ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോയി ഞാൻ അതിൻ്റെ ബാക്കി കൺസെപ്റ്റ്സ് ഒന്ന് പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുക. യേശു കർത്താവിൻ്റെ പ്രഥമ ശുശ്രൂഷയുടെ ആരംഭം എന്ന് പറയുന്ന വസ്തുത നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. പുസ്തകം ഒന്നും എടുക്കണ്ട, കേട്ടുകൊണ്ടിരുന്നാൽ മതി, നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതി. അതിനകത്ത് നമ്മൾ കാണുന്നത് എന്താ? കാനാവിലെ കല്യാണം അല്ലേ? കാനാവിലെ കല്യാണത്തിന് അവിടെ യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും വിളിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കല്യാണമൊന്നും പ്രധാനമല്ല, അവിടെ ഒരുപാട് കല്യാണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ കല്യാണത്തിന് ആരെ ക്ഷണിച്ചു? യേശുവിനെ ക്ഷണിക്കാനായിട്ട് തയ്യാറായി. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടുന്നത് യേശുവിനെ ക്ഷണിക്കുന്ന കുടുംബങ്ങളാകണം. നിങ്ങളുടെ വീടിനകത്ത് യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അവിടെ എന്ത് ചെയ്യുമെന്നറിയാമോ? നാട്ടുകാരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരില്ല. അവിടുത്തെ ആ വീട്ടുകാരനെ ഒന്ന് ചോദിച്ചു നോക്കി, അദ്ദേഹമാകെ വെപ്രാളം പിടിക്കുക, ഇനി എവിടെ പോയി വീഞ്ഞു കൊണ്ടുവരും, എവിടുന്നാണ് ഇവരെ സൽക്കരിക്കുന്നത്? യഹൂദ പാരമ്പര്യം അനുസരിച്ച് അവിടുത്തെ സോഫ്റ്റ് ഡ്രിങ്ക്, ആദ്യത്തെ അവരെ സ്വീകരിക്കുന്ന ഡ്രിങ്ക്, ഇത് തീർന്നു പോയാൽ ആദ്യം മുതലേ കുറ്റം പറച്ചില്ല. ഒന്നാമതേ മനുഷ്യർ കുറ്റം പറച്ചിലുകാരാണ്. നമ്മളൊക്കെ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പറയും, മലയാളിയാണെ പറയുകയും വേണ്ട. അപ്പോൾ ആ തരത്തിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ ഈ പ്രിയപ്പെട്ടവൻ വല്ലാതെ ഉലയുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ യേശുക്രിസ്തുവിൻ്റെ അമ്മ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, വീട്ടിൽ ഇച്ചിരി പ്രയാസമാണ്, ബുദ്ധിമുട്ടോടുകൂടി അവർ പോകുന്നത്, ഇന്നത്തെ ചടങ്ങ് മുഴുവൻ നാശമാകാൻ സാധ്യതയുണ്ട്. ഇടപെടലുകൾ ആവശ്യമുള്ളപ്പോൾ യേശു കർത്താവ് ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഓർത്തോണം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശക്തനാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രുചിയില്ലാത്ത, ഗുണമില്ലാത്ത, മണമില്ലാത്തത് എവിടെയോ കിടന്നത് കോരിക്കൊണ്ട് വന്ന് പാത്രത്തിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ്റെ കണ്ണുകൾ അതിലേക്ക് ഒന്ന് പതിച്ചാൽ മതി, പിന്നെ നീ ഗുണമുള്ളതായി മാറും, നീ രുചിയുള്ളതായി മാറും, മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളതായി മാറും. നമ്മുടെ കുടുംബത്തിനകത്ത് എവിടെയെങ്കിലും വെറും പച്ചവെള്ളമാണെങ്കിൽ ഈ രാത്രിയിൽ കുടുംബ ബന്ധങ്ങൾക്കകത്ത് രുചിയുണ്ടാകാൻ, ഗുണമുണ്ടാകാൻ, മണമുണ്ടാകാൻ മാറണമെങ്കിൽ യേശുനാഥൻ നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലാകുന്നുവെന്ന് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ എപ്പോഴും ഓർക്കണം, യേശുനാഥൻ്റെ സാന്നിധ്യമുള്ള കുടുംബം ഒരിക്കലും പരാജയപ്പെടില്ല. നമ്മുടെ കുടുംബം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല. നാട്ടുകാരറിയത്തക്ക രീതിയിൽ ഒരു പ്രശ്നവുമില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയും. എന്ന് പറഞ്ഞ് ബഹളമില്ലെന്നോ പ്രശ്നമില്ലെന്നോ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നോ അല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈ മേൽക്കൂരയ്ക്കപ്പുറത്തേക്ക് അത് പോകില്ല. കാരണം ഗുരുനാഥൻ നമ്മുടെ വീട്ടിലുണ്ട്, യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിലുണ്ട്. ഈ തിരിച്ചറിവ് നമ്മുടെ കുടുംബം കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹമായിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങൾ ശക്തമായിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശുവിനെ വീട്ടിലേക്ക് വിളിക്കുക എന്നുള്ളതാണ്. യേശു കർത്താവിനെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ആരായിട്ടാണ്? നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് യേശു നമ്മുടെ മാസ്റ്റർ ടീച്ചറായിരിക്കണം, നമ്മുടെ നല്ല ഗുരുനാഥനായിരിക്കണം. എനിക്കത് വായിച്ചപ്പോൾ ഒരുപാട് എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വന്നു. പുതിയ നിയമത്തിൽ സാധാരണ നമ്മൾ വായിക്കുന്ന 16 സ്ഥലങ്ങളിലാണ് യേശുവിനെ റബി എന്ന് വിളിച്ചിട്ടുള്ളത്. റബി എന്ന വാക്കിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെല്ലാം അറിയാവുന്ന, നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, കൽപ്പന
കൽപ്പനകളെക്കുറിച്ച് തിരിച്ചറിവുള്ള, അതിനെ വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ആളിനെ റബി എന്ന് വിളിക്കുന്നത്. എന്നാൽ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം റബൂനി എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ഉപയോഗിച്ചതെന്നറിയാമോ? ആരൊക്കെ റബൂനി എന്ന പദം യേശുവിനെ അഡ്രസ്സ് ചെയ്തതെന്നറിയാമോ? ഒന്നാമത് വിളിച്ചത് തിമായിയുടെ മകനായ ബർത്തിമായ. ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ യേശു കടന്നു പോകുമ്പോൾ വലിയ ഇരച്ചിലും ബഹളമൊക്കെ കേട്ടു. കണ്ണു കാണാൻ വയ്യാത്ത പാവം സൈഡിൽ ഇരുന്ന് ഭിക്ഷ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, എന്തുവാടെ ഈ ബഹളം എന്ന് പറഞ്ഞ് യേശു കടന്നു പോവുകയാണ്. യേശു എന്ന് കേട്ടപ്പോൾ അവൻ കേട്ട കഥകളെല്ലാം കൂടെ അവൻ്റെ തലച്ചോറിനകത്തേക്ക് വന്നു. അവന് മനസ്സിലായി, ഇവൻ എൻ്റെ ഗുരുനാഥനാണെന്ന് ഒറ്റ വാക്കിൽ വിളിച്ചാൽ എന്നെ വിട്ടു പോകില്ല. എൻ്റെ ആവശ്യം മനസ്സിലാക്കി എനിക്ക് വേണ്ടി നിൽക്കും. പ്രിയപ്പെട്ടവരെല്ലാം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ അവൻ ഉറക്കെ വിളിച്ചു, റബൂനി. വാക്ക് കേട്ടപ്പോൾ ശിഷ്യന്മാരും പ്രിയപ്പെട്ടവരും എല്ലാം തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോൾ യേശുവിന് മനസ്സിലായി, എന്നെ അഡ്രസ്സ് ചെയ്തത് എൻ്റെ ഗുരുനാഥനെ എന്നാ, എന്നെ നന്നായി അറിയാവുന്നവനെ എന്നാ, എൻ്റെ പേഴ്സണൽ ടീച്ചറെ എന്നാ. ഈ വാക്ക് കേട്ടപ്പോൾ യേശുവിന് നിൽക്കാതിരിക്കാൻ കഴിയില്ല. യേശു അവൻ്റെ അടുക്കൽ ചെന്ന് അവന് സൗഖ്യം പ്രദാനം ചെയ്തു. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു പൊതു ടീച്ചറിനെ അല്ല ആവശ്യം, നമ്മെ അറിയുന്ന, നമ്മെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മുടെ ആകത്തുക തിരിച്ചറിയാൻ കഴിയുന്ന, എന്നെ നന്നായി ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗുരുനാഥൻ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി നിൽക്കും. നിന്റെ ആവശ്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവിനെ കണ്ടെത്താൻ കഴിയും. രണ്ടാമത്തേത് മഗ്ദലനക്കാരത്തി മറിയ. ഉയർപ്പ് ദിനത്തിൽ പ്രഭാതത്തിൽ സകല പ്രതീക്ഷകളും അസ്ഥാനത്തായി അവസാനം ശവശരീരം പോലും ബാക്കിയില്ലാതെ അവന്മാരെ എവിടെ കൊണ്ടുപോയി ആശങ്കയോടെ നിൽക്കുന്ന ആ സഹോദരിയുടെ സമീപത്തേക്ക് യേശു കർത്താവ് വന്ന് ചോദിക്കുക, എന്താ നീ തിരക്കുന്നത്? കാര്യം മനസ്സിലായി, ആരാണെന്ന് മനസ്സിലായി. ഒറ്റ വിളിയ, റബൂനി. എന്താ വിളിച്ചതെന്നറിയാമോ? ചില ദിവസങ്ങൾക്ക് മുമ്പ്, അല്ല ചില ആഴ്ചകൾക്ക് മുമ്പ് എന്നെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും ഇരുളടഞ്ഞപ്പോൾ, ലോകം എന്നെ കല്ലെറിയാൻ തയ്യാറായപ്പോൾ, ഞാൻ ആരുമല്ലാതായി മാറുന്ന സാഹചര്യം എത്തിയപ്പോൾ എനിക്ക് വേണ്ടി ഇടപെട്ട ഒരു നല്ല ഗുരുനാഥൻ, എന്നെ അറിയാവുന്ന ഗുരുനാഥൻ എൻ്റെ അടുക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് മഗ്ദലനക്കാരത്തിക്ക് മറിയയ്ക്ക് കിട്ടിയ അനുഭവം എന്താണെന്നറിയാമോ? ലോകത്തെ ആദ്യത്തെ സുവിശേഷക, ഇവാഞ്ചലിസ്റ്റ് എന്ന പദവിയാണ് ആ പ്രിയപ്പെട്ടവൾക്ക് ലഭിച്ചത്. ജീവിതത്തിൽ ഓർത്തിരിക്കണം, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു നല്ല റബൂനിയായി ഈ കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാവശ്യവും നന്നായി മനസ്സിലാക്കാൻ, നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ സമീപത്ത് നിന്ന് അത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ വസ്തുതയെന്ന് തിരിച്ചറിയാം. അതോടൊപ്പം തന്നെ ഈ ഗുരുനാഥനൊരു പ്രത്യേകത കൂടെയുണ്ട്. നമ്മുടെ ഓരോ ചെറിയ നീക്കങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയുന്ന കർത്താവ്. അങ്ങനെ വിളിക്കാൻ കഴിയണം, അങ്ങനെ സംസാരിക്കാൻ കഴിയണം. അതിനാദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. ഇംഗ്ലീഷിൽ ഒരു നല്ല ചൊല്ലുണ്ട്, എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ദീർഘകാലം നിലനിൽക്കാനിടയാകും. എ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെയൊക്കെ പാരമ്പര്യമൊന്നും, ഞാൻ പെന്തിക്കോസിലെ അമ്മയുടെ വീട്ടിൽ 5ാം തലമുറക്കാരൻ, അപ്പൻ്റെ വീട്ടിലെ 4ാം തലമുറക്കാരൻ. പാരമ്പര്യം നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. കേരളത്തിലെ ആദ്യത്തെ പെന്തക്കോ സഭ ചർച്ച് ഓഫ് ഗോഡ്, ഈ ചർച്ച് ഓഫ് ഗോഡ് തന്നെയാണ് കേട്ടോ. ചർച്ച് ഓഫ് ഗോഡ്, തുവിയൂർ ചർച്ച് ഓഫ് ഗോഡിലെ വല്യപ്പച്ചന്മാരുടെ കൊച്ചു മകനായിട്ട് ജനിച്ച ഒരാളാണ്. അതുകൊണ്ട് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. വില കൊടുത്ത പിതാക്കന്മാരുടെ കൊച്ചുമകനാ. അതുകൊണ്ട് ഇന്നും അറിയാം, കടമ്പനാട് വലിയ പള്ളി 325 AD ആരംഭിച്ച് നിക്യ സുന്നഹദോസ് നടക്കുന്ന ഉണ്ടായെന്നൊക്കെ പറയുന്ന വലിയ പാരമ്പര്യം പറയുന്ന ആ പള്ളിക്കകത്തുനിന്ന് ഒരു കൂട്ടം പിതാക്കന്മാർ വെളിയിലിറങ്ങി. എന്തിനാണെന്നറിയാമോ? ഇത് വായിച്ചപ്പോൾ അവരുടെ അകക്കണ്ണ് തുറന്നു. അവർക്ക് മനസ്സിലായി, ഇതല്ല സാധനം, ഇതിനകത്താണ് മുഴുവൻ ഇരിക്കുന്നത്. അന്ന് മുതൽ അവർ ഓരോ സ്ഥലത്തും കപ്പക്കാലായിലും ഓരോ തെങ്ങും തോട്ടത്തിലുമൊക്കെ പോയിരുന്ന് വചനം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അകത്ത് വല്ലാത്ത ഒരു വിപ്ലവമാണ്. അതിനനുസരിച്ച് അവർ തുള്ളാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞു, യവന്മാർക്ക് മാനസിക രോഗമാണ്. അതിനവർ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? വലിയ പാത്രത്തിനകത്ത് ചാണകവെള്ളം കലക്കിക്കൊണ്ട് വന്ന് ഇവരിങ്ങനെ തുള്ളുകയും ചാടുകയും ചെയ്യുമ്പോൾ തലയിലൊഴിക്കും. അങ്ങനെയും കുറയട്ടെന്ന് വിചാരിച്ചാ. പക്ഷേ അതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടായില്ല. കാരണം അകത്ത് വെളിച്ചം കയറിയവൻ അറിയാം, ദൈവത്തെ സ്തുതിക്കുമ്പോൾ വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഈ തിരിച്ചറിവ് പ്രാപിച്ച ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു നമ്മുടെ മുൻപിൽ. അവരുടെ കൊച്ചു തലമുറകളാണ് നമ്മൾ ഓരോരുത്തരും. ഈ തിരിച്ചറിവ് ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് ബന്ധം വളരെ ശക്തമായിരിക്കും. അത്
പ്രാർത്ഥന എന്ന് പറയുന്ന വലിയ കവചത്തിനകത്തായിരുന്നു നിലനിന്നിരുന്നത്. പ്രാർത്ഥന ചെറിയൊരു സംവിധാനമല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ തകർക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഒരു കുടുംബത്തെയും പിശാച് തകർക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചാൽ മതി. ബാക്കി എല്ലാ പരിപാടിയും നിർത്ത്, പ്രാർത്ഥിക്കാൻ തുടങ്ങ്. പ്രഭാതത്തിൽ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ വ്യക്തിപരമായി പ്രാർത്ഥിച്ചു തുടങ്ങ്. ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് കഴിയുന്നുവെങ്കിൽ ആ കുടുംബം നിലനിൽക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ പ്രഭാതത്തിൽ കേട്ടിട്ടില്ലേ, പ്രാർത്ഥനയും പാട്ടുമായിട്ടല്ലായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ ആരംഭിച്ചത്. ആധുനിക കുടുംബം അല്ല, ഉത്തരാധുനിക കുടുംബത്തിലേക്ക് എത്തിയപ്പോൾ എത്ര കുടുംബങ്ങളിലാണ് പ്രഭാത പ്രാർത്ഥനകളുള്ളത്. രാവിലെ, നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, നിങ്ങൾ ഓരോ സമയത്തും ജോലി മാറി മാറിയൊക്കെ ചെയ്യാൻ പോകുന്നവരാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. എൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞ് ഉറങ്ങി വല്ലാതെ വിശ്രമിക്കുന്ന സമയമാണ്. അന്നേരം എനിക്ക് ജോലിക്ക് പോകണം സാറേ. ഞാൻ ഓടിച്ചെല്ലും. അവൾ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ അവളുടെ കയ്യേൽ പിടിക്കും. ചില നിമിഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവൾ ഉറങ്ങിക്കിടക്കുക, പക്ഷേ പ്രാർത്ഥിച്ചാ ഞങ്ങൾ പോകുന്നത്. കുടുംബ പ്രാർത്ഥന ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ച. കാരണം കുടുംബ പ്രാർത്ഥനയുടെ ഒരു അന്തസത്ത അതിനകത്തുണ്ട്. നമ്മുടെ ആകത്തുക അറിയാവുന്ന കർത്താവിനറിയാം എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ്. ജീവിതത്തിനകത്ത് എൻ്റെ ബദ്ധപ്പാടുകളുടെ മധ്യത്തിൽ പോലും അങ്ങയല്ലാതെ മറ്റാരെയും ഞങ്ങൾക്ക് ആശ്രയിപ്പാനില്ല എന്ന ബോധ്യമകത്ത് കയറിയാൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ദീർഘകാലം നിലനിൽക്കുവാനായിട്ടിടയാകും. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, പള്ളിയിൽ പോയിച്ച് വന്നപ്പോൾ കേട്ട സാക്ഷ്യത്തിൻ്റെ ബാക്കി പാസ്റ്റർ പറഞ്ഞതിനിടയ്ക്ക് വിട്ടുപോയ പോയിന്റും ഒന്നുമല്ല, മറിച്ച് നമുക്ക് പറയാനുണ്ടാകേണ്ടത് മുഴുവൻ ദൈവത്തോടുള്ള അപേക്ഷയുടെ ഭാഗമായിരിക്കണം. കർത്താവ് നമ്മെ നടത്തിയ വിധങ്ങൾ, നമ്മെ വഴി നടത്തിയ വിധങ്ങൾ. ഞങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുടുംബമായി ചെയ്യുന്ന കൊച്ചു പ്രോജക്റ്റ്. ആരോടും പറയാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷേ നിങ്ങൾക്കൊരു ധൈര്യത്തിന് വേണ്ടി പറയാം. തിരുവനന്തപുരമാണ് എല്ലാ ആതുരാലയങ്ങളുടെയും ആശുപത്രികളുടെയും ഒക്കെ ആസ്ഥാനം. പ്രത്യേകിച്ച് മധ്യകാലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ബയോപ്സിയൊക്കെ ചെയ്ത് റിസൾട്ടും ഒക്കെ ആയിട്ട് വന്ന് ക്യൂ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കണ്ടിട്ട് RCCയുടെ മുമ്പിലാണ്. അവിടെ മാസത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ പോകും. ഒത്തിരി കാര്യം ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരു ശനിയാഴ്ച, സാധാരണ ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും ഒന്നിച്ചുള്ള സമയത്താണ് അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ആൾക്കാരെ വിളിച്ച്, ഇന്ന് വല്ലതും കഴിച്ചോ അമ്മ? ഒരമ്മ എൻ്റെ അടുക്ക് വന്നിച്ച്, കഴിക്കാൻ തോന്നുന്നില്ല മോനെ, കാരണം ഇന്നലെ റിസൾട്ട് വന്നത്, ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ മോന് വിശപ്പ് പോയി, ഇനിയിപ്പോൾ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതോടുകൂടി ഹൃദയമൊക്കെ പൊട്ടിയായി ഇങ്ങനെ നിൽക്കുന്നു. ഒരു കൊച്ചു മകളെ ചേർത്ത് പിടിച്ച ഒരു വല്യമ്മയുടെ വാചകമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ദൈവത്താൽ കഴിയാത്തൊന്നുമില്ല, ഈ ആഹാരം കൊണ്ടുപോയി കഴിക്കുക. ഞാനിങ്ങനെ ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുഞ്ഞടുത്ത് വന്ന് ചോദിച്ചു, അങ്കിൾ ചിക്കൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ മീൻ വറുത്തതാ, ചിക്കൻ ഞാൻ മേടിച്ചുകൊണ്ട് വരട്ടെ? വെളിയിൽ പോയി. വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചതാ ചിക്കൻ ഉണ്ടോ എന്ന്. അങ്ങനെ പറഞ്ഞു അവളും അമ്മൂമ്മയും ഈ പൊതിയും മേടിച്ച് അവരങ്ങ് പോയി. ഒരു 3 ആഴ്ച കഴിഞ്ഞ് പിന്നെ എനിക്ക് പോകാൻ പറ്റിയുള്ളൂ. ഞാനന്ന് ചെന്നപ്പോൾ ഇവരുടെ മുമ്പിലും പുറയിലും ഒക്കെ വരുന്ന കുറേ, നമ്മൾ സ്ഥിരം പോകുന്നതുകൊണ്ട് വല്ലപ്പോഴും ഇവരെയൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഞാൻ ഈ പെൺകുട്ടിയാണ് പരതി നോക്കുന്നത്. കാരണം ചിക്കൻ കറിയൊക്കെ അവൾ പറഞ്ഞതിൻ്റെ പേരിൽ ഞാനന്ന് കാര്യമായിട്ടുണ്ടാക്കി കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എന്നോട് ആരെയാണ് സാർ ഇങ്ങനെ കുറേ നേരമായിട്ട് നോക്കുന്നത്? ഞാൻ പറഞ്ഞു, അന്ന് നമ്മൾ കണ്ടേ ആ അമ്മൂമ്മയും മോച്ചുമോളും പുള്ളിക്കാരിയുടെ കണ്ണിൽ കൂടി ഇങ്ങനെ അടർന്ന് വീഴുന്ന കണ്ടു. ഒരു 3-4 ദിവസങ്ങളും കൂടെ മാത്രമേ അവൾ ജീവിച്ചുള്ളൂ. അവൾ പോയി. ജീവിതത്തിനകത്ത് പലതും നമ്മുടെ വിങ്ങിപ്പൊട്ടുന്ന വേദനകൾ ഉണ്ടാക്കുന്ന പലതും നമ്മുടെ മുമ്പിൽ കണ്ടുവെന്ന് വന്നേക്കും. പക്ഷെ ഓർത്തിരിക്കണം, മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെയൊക്കെ പോക്കും വരവും ഒക്കെ കണ്ട നമ്മളെക്കാൾ വലിയവരിനിയും ഈ ഭൂമുഖത്ത് ജനിക്കാനില്ലെന്നുള്ളൊരു ധാരണയല്ലേ. ജോസ് ബേബി പാസ്റ്റർ എന്നെ പരിചയപ്പെടുത്തിയ വാക്കുകളെല്ലാം കൂടെ എനിക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമായിരുന്നു. കാരണം നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള വാക്കുകൾ ഇങ്ങനെ പൊക്കി പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം, ഈ വാക്കുകളൊക്കെ നിഷ്ഫലമാകും. ഞാൻ അകത്തേക്കെടുത്ത ശ്വാസം തിരികെ പോകാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ശവമാണ്. ഡോക്ടറുമില്ല, അവിടെ പ്രൊഫസറുമില്ല, അവിടെ ഒരു സാധനവുമില്ല, വെറും ശവമാണ്. ഓർക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിളിച്ചു പറയണം, കർത്താവേ, അങ്ങ് തന്ന ശ്വാസത്തിന് നന്ദി, അങ്ങ് തന്ന ജീവന് നന്ദി. നിങ്ങൾ ആദ്യം ഒറ്റയ്ക്ക് പറയണം, അതിനുശേഷം കുടുംബമായി കൈ ഓർത്തിട്ട് പറയണം, ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ ഒരുമിച്ച് ഉറങ്ങി. ഉറക്കമെന്ന് പറയുന്ന പോലെ, കൗൺസിലിംഗ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഉറക്കമെന്ന് പറയുന്നത് പോലെ ഒരു സെമി ഡെത്താ, ഒരു പകുതി കൂടുതൽ മരണമാണ്. 2 മണിക്ക് 3 മണിക്ക് നമ്മുടെ വീട്ടിൽ ഒരു കള്ളം കയറിയാൽ നമ്മൾ അറിയുമോ? ഒരിക്കലും അറിയത്തില്ല. നമ്മുടെയൊക്കെ ഉറക്കമെന്ന് പറഞ്ഞാൽ 2ാം ലോകമഹായുദ്ധം നടന്നാൽ പോലും നമ്മൾ അറിയില്ല. കാരണം അത്രയ്ക്ക് നമ്മൾ ഉറങ്ങിയിരിക്കുക. നമ്മുടെ തലച്ചോറുമായിട്ടുള്ള ബന്ധം ഹൃദയം ഇടിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ എല്ലാ
സംഭവങ്ങൾ ഓൾമോസ്റ്റ് നിന്നിരിക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഒരു 5 മണിയോ 6 മണിയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പറയുന്ന ഏർലി മോർണിംഗ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ 10 o'clock എങ്കിലും നമുക്കൊക്കെ 8 മണിയൊക്കെ ആയിരിക്കാം. അന്നേരം നമ്മൾ ചാടി എഴുന്നേൽക്കുമ്പം നമ്മൾ അറിയാതെ പുതുജീവനിലേക്കല്ലേ വരുന്നത്. ഓരോ ദിവസവും നമ്മൾ അങ്ങനെയല്ലേ ജീവിക്കുന്നത്. അതിനൊന്നും നന്ദി പറയാൻ, നമുക്കൊരു താങ്ക്സ് ദൈവത്തിന് പറയാൻ എത്ര പേർക്ക് കഴിയും? കുടുംബമായി ഒന്ന് ചേർന്നിരുന്നിട്ട്, അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്നിരുന്നിട്ട്, ഇന്ന് രാവിലെ കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവൻ തന്ന് ഞങ്ങളെ നിലനിർത്തിയ ആ ദൈവത്തിന് നന്ദി പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? കേരളത്തിലാണെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ പേപ്പർ കാണാത്തത് കൊണ്ട് പറയാൻ പറ്റുന്നില്ല. മനോരമയുടെ 8ാം കോളത്തിൽ നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ? എവിടെയത്? ചരമക്കോളം. അതിനകത്ത് നമ്മുടെയൊക്കെ പേരും ഫോട്ടോയും ഒക്കെ വരേണ്ടതായിരുന്നു. പക്ഷേ വരാതെ ഇന്നും കൂടെ ശ്വാസം തന്ന് ജീവൻ തന്ന് നിലനിർത്തിയ ആ ദൈവത്തിന് കുടുംബമായി നന്ദി പറയാൻ കഴിയുമെങ്കിൽ എ താങ്ക്സ് ഗിവിംഗ് ഫാമിലി ക്യാൻ ഈവൻ ജസ്റ്റ് ഫേസ് എനി ഇഷ്യൂസ് ഇൻ ദിയർ ലൈഫ്. ഏത് പ്രശ്നങ്ങളെയും നന്ദി പറയാൻ തയ്യാറാകുന്ന കുടുംബങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള ഉൾക്കരുത്തുണ്ടാകും. ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങി നിങ്ങൾ പരസ്പരം നന്ദി പറയും. അവിടെയാണ് കുടുംബ ബന്ധങ്ങൾ വളരുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങുന്ന കുടുംബങ്ങൾ മാത്രമേ മറ്റുള്ളവർക്ക് നന്ദി പറയാനായിട്ട് കഴിയൂ. നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് ഓരോ കറി കൊണ്ടുവരുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ. സൗകര്യമാർ അതിനകത്ത് മികച്ച എക്സ്കവേഷൻസ് നടത്തുന്നവർ, എന്നാലും പുരുഷന്മാരും കുറവൊന്നുമല്ല. അവരിങ്ങനെ കണ്ടുപിടിക്കും. ഞാൻ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ നിന്ന് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നോട് പറഞ്ഞ സാറേ, എൻ്റെ ഭർത്താവ് ഒരു ദിവസം പോലും 13-14 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസം പോലും എന്നെ ഒരു അപ്രീസിയേഷൻ്റെ വാക്കിൽ കൂടെ എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഓരോ കറി കൊണ്ടുവെക്കുമ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കുറ്റം, ഇതിനെന്തോ ഉപ്പാടി, നിന്നെ ആരടി കറി വെക്കാൻ പഠിപ്പിച്ച്, ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിടത്തില്ല സാറേ, ഞാൻ ആരാ മോളെന്നുള്ള പുള്ളിയെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്താ ചെയ്യുന്നു, ഒരു ദിവസം ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ അപ്പുറം ഇട്ട് കൊടുക്കും. ഇയാളെ ഞാനിത് തീറ്റിച്ചേ വിടത്തുള്ളൂ. കാരണം മനസ്സിലായല്ലോ, ഇന്നത്തെ തലമുറ മാറി. നമ്മൾ പണ്ട് കണ്ടിരുന്ന ഒരു സമൂഹമല്ല ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. ഈ തരത്തിൽ മാറുന്ന വിട്ടുവീഴ്ചകളില്ലാത്ത കുടുംബ ബന്ധങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഛിന്ന ഭിന്നമായി പോകാൻ സാധ്യതയുണ്ട്. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് കുടുംബത്തെ തകർക്കുക എന്നുള്ളത്. ഇനി ഇത് റെക്കോർഡിംഗ് വല്ലതും ഉണ്ടോ? ലൈവിൽ? ഓക്കെ, താങ്ക് യു. ഈ ഒരു ചെറിയൊരു ന്യൂസ് ലെറ്ററിനകത്ത് ഞാൻ വായിച്ചൊരു കാര്യം ചേർത്തങ്ങ് പറയാം. സെയ്റ്റൻ ചേർച്ച് എന്ന് പറയുന്ന സംവിധാനം തുടങ്ങി വെച്ചിരിക്കുന്ന ആദ്യത്തെ പരിപാടിക്കകത്ത് ഒരു ലിസ്റ്റിലെ ഒരു 8 എണ്ണത്തിനകത്തെ 5ാമത്തെ സാധനമാണ് ക്രിസ്ത്യൻ ഫാമിലീസ് മുഴുവൻ ബ്രേക്ക് ഡൗൺ ആകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെക്കാൾ കൂടുതൽ ഇൻ്റർസെസറി പ്രയർ അവന്മാർ നടത്തിക്കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബങ്ങൾ പൊളിയാൻ വേണ്ടി. അപ്പം നമ്മളും കൂടെ അതിനെ താങ്ങി നിന്നു കൊടുക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എവിടെയാണ് ചെന്ന് തീരാൻ പോകുന്നത്? അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ കർത്താവെ അങ്ങ് ശക്തിപ്പെടുത്തണേ. പോരാ, എൻ്റെ സഭയിലെ കുടുംബങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തണമേ, എൻ്റെ ദേശത്തിലെ കുടുംബങ്ങളെയെല്ലാം ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരു ആർജവം ഉണ്ടാകണം. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധ്യമുണ്ടായാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ഇടയാം. നമുക്ക് വേറെ പ്രതികരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഒറ്റ പ്രതികരണമേ ഉള്ളൂ, നമ്മൾ വിളിച്ചാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നമ്മുടെ അപേക്ഷകൾ എത്തേണ്ടിടത്ത് എത്തിയാൽ കൃത്യമായി അതിന് മറുപടി ഉണ്ടെന്നുമുള്ളതായ ഒരു ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ തരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, നന്ദി പറയുന്ന ഒരു കുടുംബം, നന്ദി പ്രകടനങ്ങളുള്ള ഒരു കുടുംബം തീർച്ചയായിട്ടും വളരാനായിട്ടിടയാകും. ഇനി ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്രീസിയേഷൻസ് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിന്ന് പലപ്പോഴും മലയാളിക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, അവർക്കറിയത്തുമില്ല. ഞങ്ങളെ സാധാരണ കേരളത്തിലെ മലയാളികളായ ആണുങ്ങളെക്കുറിച്ച് പറയുന്നത് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഇതിനകത്തെ ഇരിപ്പുള്ളൂ, വെളിയിലോട്ട് പറയത്തില്ല. ഇത് പ്രകടിപ്പിക്കാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഫ്രീസറിലിരിക്കുന്ന ഒരു സാധനം പോലെയാണ്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് വെളിയിൽ പ്രകടിപ്പിക്കണം. അമേരിക്കയിൽ പല സന്ദർഭങ്ങളിലായിട്ട് വിദേശത്തുള്ളതായ മിഷണറിമാരുടെയൊക്കെ കുടുംബങ്ങൾ താമസിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മിഷണറിമാരുടെ കുടുംബങ്ങൾ താമസിച്ചിട്ടുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് വരുമ്പോൾ സായിപ്പും മദാമയും കൂടെ ഇറങ്ങി വരുമ്പോൾ ഡാർലിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു നാണക്കേട്. കൗൺസിലറായെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു കൗൺസിലറായി എനിക്ക് കഴിയാത്തത് വെള്ളക്കാർക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഒന്ന് വരുന്നു, ഹഗ് ചെയ്യുന്നു, കിസ് ചെയ്യുന്നു, ഇതൊക്കെ കാണുമ്പം അവർ പ്രകടിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇത് ഉള്ളി ഇരുന്നിട്ട് കാര്യം. നമ്മളെപ്പോഴും ഇത് പ്രകടിപ്പിക്കുന്നത് ഫ്യൂണറലിന്. എന്ത് രസമായിട്ടാണ്. അച്ചായൻ അവിടെ കാണുന്ന അത് കേട്ടിരുന്നെങ്കിൽ പുള്ളി
എഴുന്നേറ്റ് വന്ന് അടി തന്നേനെ. കാരണം അത്രയ്ക്ക് രസകരമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ ഒറ്റ ദിവസമേ ഇത് അറിയത്തുള്ളൂ. അന്ന് നമ്മൾ കാര്യമായിട്ട്, അന്ന് ലൈവ് ഉണ്ട്, ശരിയായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, അവരുടെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കും. അന്നേരം വലുത് പ്രകടിപ്പിക്കേണ്ടത് മരിക്കുന്നതിന് മുമ്പ്, ജീവനോടിരിക്കുമ്പോൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു കരുത്തുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം പിന്നെയും നിൽക്കും. ഇന്ന് ഈ അടുത്ത സമയത്ത് നിംഹാൻസ് നടത്തിയൊരു പഠനം, നിങ്ങൾക്കറിയാം നിംഹാൻസ് അല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ്. ഇന്ത്യയിലെ തലച്ചോറിനെയും ബുദ്ധി വൈഭവങ്ങളെയും കോഗ്നിഷനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവരുടെ പഠനം അനുസരിച്ച് ഭാര്യയും ഭർത്താവിടെ രാവിലെ എഴുന്നേറ്റ് ഒരല്പസമയം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഒരു ഹഗ്ഗൊക്കെ കൊടുത്തിരിക്കുന്ന കുടുംബങ്ങളുടെ ആയുർദൈർഘ്യം കൂടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ജീവിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ, ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇതൊരു ടിപ്പായിട്ട് എടുത്തു, അടുത്ത ഒരു 10-20 വർഷം കൂടെ സുഖമായിട്ട് ഓടിപ്പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ പഠനമല്ലേ നിംഹാൻസിൻ്റെ പഠനമാണ്, ഞാനതിന്. പക്ഷേ ജീവിതത്തിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അപ്രിസിയേഷൻ ചെയ്തു തുടങ്ങിയാൽ എവിടെയാണ് മാറ്റം ഉണ്ടാകുന്നറിയാമോ? നമ്മുടെ ഒരു മോഡൽ ഓറിയൻറ്റഡ് ഫാമിലിയായി മാറുക. നിങ്ങൾ പരസ്പരം ചെയ്യുന്നത് ആര് കാണുമെന്നറിയാമോ? ഇവിടെ ഒരു കൂട്ടർ ഇരിപ്പുണ്ട് അല്ലേ. ഇവരെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്പോഞ്ചിൻ്റെ സ്വഭാവം ഇവർക്ക്. സ്പോഞ്ച് എങ്ങനെ ഇരിക്കുന്നത്? സ്പോഞ്ചിന് കൊടുക്കുന്ന സാധനം മാത്രമേ അത് വലിച്ചെടുക്കത്തുള്ളൂ. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന പദം പാരറ്റിംഗ് എന്നാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു തത്ത, ഇന്ന് തത്തയും ഇല്ല, മൈനയും ഇല്ല, ഒന്നുമില്ല. പണ്ടൊക്കെ ആയിരുന്നു. തത്തയെ നമ്മൾ വീട്ടിൽ വളർത്തിയാൽ അതിൻ്റെ തലച്ചോറിൽ ഡിക്ഷണറി ഇല്ല. അതിനാകെ അറിയാവുന്ന എന്താണെന്നറിയാമോ? ഇമിറ്റേറ്റിംഗ്. നമ്മൾ എന്ത് പറയുന്നു അത് പറയും. സ്തോത്രം പറയുന്ന വീട്ടിലാണെങ്കിൽ സ്തോത്രം വരുത്തും, വേറെ പള്ളു പറയുന്ന വീട്ടിലാണെങ്കിലോ അത് കയറി വരുമ്പോൾ തന്നെ അത് വിളിക്കും അല്ലേ. നമ്മളെ അത് വിളിച്ചാൽ നമ്മളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നത്. എന്നാൽ സ്തോത്രം പറയുന്ന വീട്ടിലാണ് വാ സ്തോത്രം 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 ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന അനുഗ്രഹീതമായ തത്തകൾ പണ്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ സാരം മനസ്സിലായി. ഇവരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളെ ആ തരത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ മോഡൽ ഓറിയൻറ്റഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അപ്പനും അമ്മയും എന്താണോ ചെയ്യുന്നത്, അതിങ്ങനെ ഒപ്പിയെടുക്കും. അത് ജീവിതത്തിൻ്റെ ഭാഗമാകും. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഒരു വീട്ടിലെ സഭായോഗമൊക്കെ കഴിഞ്ഞേച്ച് വീട്ടിൽ തന്നെ ആഹാരം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കും. അങ്ങനൊന്നും പറയാൻ പാടില്ലാത്തെങ്കിൽ പോലും ഞാനങ്ങ് പറയാം. ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചർച്ചിലൊരു സാക്ഷ്യം പറഞ്ഞ ഒരു അച്ഛൻ ഇച്ചിരി കുരുത്തക്കേടൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചു. അന്നേരം അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ കാര്യമായിട്ട് ഈ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോടായിട്ട് പറയുക. എനിക്ക് ആ സഭയെക്കുറിച്ച് അറിയില്ല, അവിടുത്തെ പാസ്റ്ററിനെ ക്ഷണിച്ചു, ഞാൻ അവിടെ പോയി പ്രസംഗിച്ച് തിരിച്ചു പോയി എന്നുള്ളതേ ഉള്ളൂ. ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം അല്ലെങ്കിൽ ഈ അച്ചകുഞ്ചാൻ, ഞാൻ ചുമ്മാ പറയുന്ന പേരാണ്, അച്ചകുഞ്ചാൻ ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ് ഈ ഭാര്യ ഇടയ്ക്ക് നോക്കും, പിള്ളേരിടയ്ക്ക് നോക്കും, പുള്ളി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ഒരു 7-8 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബഞ്ച് താക്കോലുമായിട്ട് ഈ പറഞ്ഞ ആൾ അച്ചകുഞ്ചാൻ തന്നെ കയറി വരിക, ഇങ്ങനെ അകത്തോട്ട് കയറി വരിക. അച്ഛൻ അങ്ങോട്ട് വന്ന്, കഴിച്ചു കഴിഞ്ഞില്ലായിരുന്നോ പാസ്റ്ററും? നിങ്ങളൊന്നും ഇല്ല, കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങോട്ട് വെച്ചപ്പോൾ ഈ അച്ഛൻ നേരെ തിരിക്കുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ, പാസ്റ്റർ അച്ഛൻ ഇല്ലെങ്കിൽ ഈ സഭയുണ്ടോ? അച്ഛനല്ല ഈ സഭയുടെ നട്ടല്, അച്ചകുഞ്ചാനാണ് ഈ സഭയുടെ നട്ടല് എന്ന് ഞാൻ പാസ്റ്റർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ നോക്കി, അച്ചകുഞ്ചാൻ തന്നെ ആണോ നിൽക്കുന്നതെന്നൊന്ന് നോക്കി, ആ പറഞ്ഞ അച്ചാനെയും നോക്കി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? ഇത് കണ്ടുകൊണ്ടിരുന്ന 2-3 പേരുണ്ട് അവിടെ. എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന 3-4 കുഞ്ഞുങ്ങൾ എന്നെ അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അവർക്ക് മനസ്സിലായി അവരുടെ അപ്പൻ ആരാണെന്ന്. നമ്മുടെ മോഡൽ ഓറിയൻറ്റഡ് ഫാമിലി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. അത് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൗൺസിലറേയും തപ്പി നാട്ടിലുള്ള സൈക്കോളജിസ്റ്റിനെ എല്ലാം തപ്പി പിന്നെ കൊണ്ടുപോവുക. ഒന്നും അനുസരിക്കത്തില്ല, യാതൊരു അപ്പൻ അനുസരണമില്ല, അമ്മയ്ക്കും അനുസരണമില്ല. പിന്നെ ഈ പിള്ളേരെങ്ങനെ അനുസരിക്കുന്നേ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഒരു പ്രൂണിങ് എന്ന് പറയുന്ന സംവിധാനം അതിനകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. തിരുവനന്തപുരത്തോട് ഇങ്ങനെ സ്ഥിരം വണ്ടി ഓടിക്കുന്നയാളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. നിയമസഭയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോകുമ്പം അവിടെ ഇങ്ങനെ ആനയും ഒക്കെ ഇങ്ങനെ ചെടി കൊണ്ട് വെട്ടി വെച്ചിട്ടുണ്ട്. ചില ദിവസം പോകുമ്പോഴത്തേക്ക് ആനയൊന്നും കാണാനില്ല, ഇങ്ങനെ പല സൈസിലായിട്ട് കിളിച്ചിരിക്കുക. എൻ്റെ മോൻ പറയുന്നത് ഇപ്പം വെറും കാടായിപ്പോയി. ഞാനതിനെക്കുറിച്ച് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് 1 മാസമായി ഈ ഗാർഡനർ റൗദിയിൽ പോയിരിക്കുക, പ്രൂണിങ് നടക്കുന്നില്ല. അദ്ദേഹം ഉള്ള ദിവസമാണ് കൃത്യം നമുക്ക് ആനയെ ദൂരെ നിന്ന് കാണാം. ഇതിനകത്ത് ചെടിക്കകത്ത് വെട്ടിവെച്ചിരിക്കുന്ന ആനയെ ദൂരെ നിന്ന് കാണാൻ കഴിയും. ഗാർഡനർ റൗദി ആയതുകൊണ്ട് എന്ത് ചെയ്തു? ചെടിയങ്ങ് വളർന്നു പോയി. ഇതുപോലെയാ നമ്മുടെ തലമുറകൾക്ക് പ്രൂണിങ് ആവശ്യമുള്ളപ്പം കുടുംബം പ്രൂൺ ചെയ്യണം. അവരെങ്ങോട്ടാണോ വളരേണ്ടത് അതിനനുസരിച്ച് അവരെ സെറ്റ് ചെയ്ത് നിർത്താൻ കഴിയുന്ന ഒരു മോഡൽ ഓറിയൻറ്റഡ് ഫാമിലി ആയിരിക്കണം നമ്മുടേത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ നാട്ടുകാരൊക്കെ വിളിച്ചു പറയും, എന്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്, കർത്താവ് ആ കുടുംബത്തിലുണ്ട് കേട്ടോ, ആ കുടുംബത്തിൽ യേശുവുണ്ട്. ഇത് പറഞ്ഞിരുന്നൊരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ പോകുന്നത് വഴി കാണുമ്പോൾ അവർ പറയുമായിരുന്നു, തുവിയൂരിനടുത്ത് നെല്ലിമുകൾ എന്ന് പറഞ്ഞൊരു
ഒരു സ്ഥലമുണ്ട്, എനിക്കറിയത്തില്ല ഇപ്പോഴും അവിടെ ആചാരമൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ അമേരിക്കയിൽ വെച്ച് അപ്പച്ചനെ ഒന്ന് പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഹല്ലേലിയ അപ്പച്ചൻ എന്നാണ്. 6-7 പെമ്പിള്ളാരുള്ള ഒരു അപ്പച്ചൻ. ആ അപ്പച്ചനെ കുറിച്ച് സാധാരണ അന്നിപ്പം കോറികളൊക്കെ കാര്യമായിട്ടില്ലാതെ ഈ മെറ്റൽ, നമ്മുടെ നാട്ടിലെ മെറ്റലൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ അച്ഛൻ ഇങ്ങനെ പാറ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടിരുന്ന സമയമാണ്. അദ്ദേഹവും ഈ നമ്മുടെ കടമനാട് വെല്ലുവിളി എന്നൊക്കെ വിശ്വാസത്തിൽ വന്നയാളാണ്. ഇദ്ദേഹത്തിൻ്റെ ഓരോ കൊട്ടിലും നാട്ടുകാരൊരു ഹല്ലേലിയ കേൾക്കും. കൂടെ വല്ല ചെറിയ ചുറ്റിക ഇത് വെച്ച് ഇങ്ങനെ അടിക്കും, ഹല്ലേലിയ ഹല്ലേലിയ. അതുകൊണ്ട് ഈ മനുഷ്യനെ ഹല്ലേലിയ അപ്പച്ചൻ എന്ന് വിളിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പെൺകുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഓരോ മക്കളും വളർന്നു വരുമ്പോൾ നാട്ടുകാരൊക്കെ ചെയ്യും ഹല്ലേലിയ പറഞ്ഞുകൊണ്ടിരുന്നു. ഇവളുമാരുടെയൊക്കെ ഗതി എന്താകും? ഏതായാലും കലക്കവെള്ളത്തിലൊക്കെ ചാടി, ഇനി ആരവരെ കെട്ടും, എവിടോട്ട് പോകും? പുള്ളി അന്നേരവും 2 ഹല്ലേലിയ പറയും. ഇവർക്കും അങ്ങ് വല്ലാതെ ആരോചകമായി. ഈ അപ്പച്ചന് മാത്രം ഒരു പ്രശ്നം. അപ്പച്ചൻ ചിരിച്ചുകൊണ്ട് പറയും, എന്നെ അറിയാവുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വിളിക്കുന്നത് വെറുതെ അല്ല, ഞാൻ വിവരം പറയേണ്ടത് പറയുന്നത് പോലെ പറയുന്നുണ്ട്. പറഞ്ഞ കഥയൊന്നും പറയാൻ എൻ്റെ മുമ്പിൽ സമയം വേഗത്തിൽ പോകുന്നുണ്ട്. പക്ഷേ ജീവിതത്തിനകത്ത് നടന്നൊരു അത്ഭുതം പറയാം. മൂത്ത മകൾ 12ാം ക്ലാസ്, അന്നത്തെ പ്രീ ഡിഗ്രിയാണ്. ശാസ്താംകോട്ട DB കോളേജിലെങ്ങാണ്ട് പഠിച്ചിട്ട് ചർച്ചയിൽ ചെന്നൊരു സാക്ഷ്യം പറഞ്ഞു, എൻ്റെ റിസൾട്ട് വന്നു, പ്രീ ഡിഗ്രിക്ക് എനിക്ക് 2nd ക്ലാസ് ഉണ്ട്, നിങ്ങളെല്ലാവരും എൻ്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബോംബെന്ന് വിസിറ്റിങ്ങിന് വന്ന ഒരമ്മാമ, ആ ചർച്ചിലെ തന്നെയാണ് അമ്മാമ, അവൾ കേട്ടേച്ച് ചോദിച്ചു, മോളെ ഇനി എന്തോ ഭാവിക്ക്? അറിയത്തില്ല, ഞാനൊന്നും അറിയത്തില്ല, പക്ഷേ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീ എൻ്റെ കൂടെ നേഴ്സിങ്ങിന് പഠിക്കാൻ വരുന്നോ? അപ്പച്ചനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ചെന്ന് ചോദിച്ചു, ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, ഞാൻ നേഴ്സിംഗ് കൊണ്ടുപോയി പഠിപ്പിക്കട്ടെ. കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആ അച്ഛൻ കൊണ്ടുപോയി 3 കൊല്ലത്തെ GNM കഴിഞ്ഞു. പഠിത്തം തീരുന്നതിന് മുമ്പായിട്ട് അടുത്തയാൾ റെഡിയായി. 2ാമത്തെ പെൺകുട്ടി അന്നേരത്തേക്ക് GNMന് പ്രാപ്തിയായി. ഈ ഓരോ കുടുംബത്തിനകത്തെ ഓരോ പെൺമക്കളും GNM ഒക്കെ പൂർത്തി. ഇന്നവർ ഫ്ലോറിഡയിലെ ഒരു ഏരിയ മൊത്തം അവരുടെ കയ്യിലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലിയ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ വീട്ടിനകത്ത് യേശു ഉണ്ടെന്ന് കണ്ട നാട്ടുകാർ പറയും ഇവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ളത്. അമേരിക്കയിൽ നിന്ന് ദർശനം കണ്ട് ഈ പെങ്കൊച്ചിൻ്റെ പേര്, എനിക്ക് പേര് മറന്നുപോയി, ആ പെങ്കൊച്ചിൻ്റെ പേര് കണ്ടിട്ട് അപ്പനും മോനും കൂടെ തിരക്കി വന്ന് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയെന്നാ കഥ. പറഞ്ഞത് മനസ്സിലായോ? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. നിനക്കെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന എത്ര വലിയ ശക്തിയാണേലും നീ ഒന്ന് ദൈവസന്നിധാനത്തിൽ ഒന്ന് താണ് വിളിച്ചു പറ, കർത്താവേ അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനായി അങ്ങല്ലാതെ മറ്റാരുമില്ല എന്നൊരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ അത് കേൾക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നുള്ളത് നമ്മളും അറിയും, ലോകവും അറിയും, നമ്മുടെ സമൂഹവും അറിയും. ആ തരത്തിലേക്ക് നമ്മെ ഉയർത്താൻ കഴിയുന്ന ഒരു ദൈവശക്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ബന്ധങ്ങൾക്കകത്ത് അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നിലനിൽക്കേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്, സംവേദനമാണ്. എന്താ സംവേദനം എന്ന് പറയുന്നത്? ശരിയായ തരത്തിൽ നമുക്ക് വർത്തമാനം പറയാനായിട്ട് കഴിയണം. നമ്മുടെ കുടുംബങ്ങൾക്കകത്ത് നിന്ന് സംസാരം കുറഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും പണ്ടില്ല വെറ്റലയിൽ ആ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുക. അത് തന്നെ ഞാൻ ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, അപ്പുറത്തിരിക്കുന്ന അപ്പച്ചനും ഇപ്പുറത്തിരിക്കുന്ന അപ്പച്ചനും ഒക്കെ 70-80 ഒക്കെ ആയെങ്കിലും പുള്ളിയും മാന്തിക്കൊണ്ടിരിക്കുക ഇതിനകത്ത്. നമ്മുടെ സമൂഹം മുഴുവൻ ആ തരത്തിൽ ചെറിയ പ്രായം മുതൽ എത്ര പ്രായമുള്ളവർ വരെ അതിനകത്തേക്ക് മാറിപ്പോരും. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? റിലേഷൻഷിപ്സ് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക, ബന്ധങ്ങളില്ല. എവിടെയാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ചില ആണുങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞേച്ച് വന്ന് പിന്നെയും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യമാർ കഥയൊക്കെ പറയുമ്പോൾ പറഞ്ഞോ കേൾക്കുന്നുണ്ട്. എന്തോ കേൾക്കുന്നേ? ഇതിനകത്ത് പലതും കാണിച്ച് വെച്ച് ഇങ്ങനെ കേൾക്കാൻ, ശ്രദ്ധിച്ച് കേൾക്കാൻ, മുഖത്ത് നോക്കി സംസാരിക്കാൻ, ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ ഭിന്നതയില്ലാതെ പോവുകയുള്ളൂ. നിങ്ങൾക്ക് തിരക്കുള്ളവരാണെന്ന് എനിക്കറിയാമെങ്കിൽ പോലും ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് അല്പസമയമെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഭാര്യ-ഭർത്തൃ ബന്ധത്തിനകത്ത് മുഖത്ത് നോക്കിയിരുന്ന് ഇച്ചിരി നേരം സംസാരിക്കാൻ കഴിയുമ്പോൾ ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭിന്നതയുണ്ടാകില്ല. 100% ഉറപ്പാണ്. അന്നേരം ഒരു കാര്യം ചെയ്യണം, പോക്കറ്റിലൊക്കെ ഇരിക്കുന്ന മൊബൈൽ എടുത്ത് ദൂരേക്ക് മാറ്റി വെക്കണം. ആ സാധനമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഡൈനമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അപകടകരമായ ഒരു സാധനം കൊണ്ടാണ് നടക്കുന്നത്. അപകടകരമെന്ന് പറയാൻ കാരണം ഇത് നമ്മെ ഒരുപാട് സ്വാധീന വലയത്തിനകത്താക്കിയിട്ടുണ്ട്. ഒത്തിരി കുടുംബ ബന്ധങ്ങളെ തകർത്തുകൊണ്ടിരിക്കുക. അത് ദൂരേക്ക് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം ഉണ്ടാക്കണം. സമയം എടുത്ത് സംസാരിച്ച് ശ്രദ്ധിക്കുക, കേൾക്കുക, പറയുക. അതുകൊണ്ടാണല്ലോ ദൈവം നമുക്ക് 2 ചെവി തന്നേക്കുന്നത്, അല്ലേ? 2 പ്രാവശ്യം കേട്ടിട്ട് 1 പ്രാവശ്യം തിരിച്ച് പറയണം. ഈ തരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന കുടുംബമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അപ്പം സംവേദനം നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാകണം. കേൾക്കാൻ എൻ്റെ വീട്ടിൽ സമയമുണ്ട് എന്ന് നിങ്ങളുടെ കുടുംബത്തിൽ തലമുറകൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് സങ്കടങ്ങൾ പങ്കുവയ്ക്കും. എൻ്റെ മൂത്ത മോന് 19 വയസ്സായി, എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ. തിങ്കളാഴ്ച, നാളെ തിങ്കളല്ലേ, മറ്റന്നാളിൽ അവൻ്റെ എക്സാം തീരുകയാണ്.
എനിക്ക് കൃത്യമായിട്ടറിയാം എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടെങ്കിൽ, ചിലപ്പോൾ എൻ്റെ അടുക്കൽ വന്നാൽ സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ കൊച്ചുമോൻ പറയുന്നത്, ഞങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ വീട് വിടുകയും ഞങ്ങൾ കിടന്നു കഴിഞ്ഞ് വീട്ടിലെത്തുകയും ചെയ്യുന്ന ആളുടെ പേരാണ് ഞങ്ങളുടെ അപ്പൻ എന്ന് എൻ്റെ കൊച്ചുമോൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഞാൻ അവരെ കാണാറില്ല പല ദിവസങ്ങളിലും. പക്ഷേ അവർക്കറിയാം ഇതെന്ത് പ്രശ്നമുണ്ടെങ്കിലും കേൾക്കാൻ ഒരു അമ്മ വീട്ടിലുണ്ട്, ഇത് കേൾക്കാൻ കഴിയുന്ന ഒരാൾ വീട്ടിലുണ്ടെന്നൊരു ബോധ്യമുണ്ടായാൽ വേറെ നാട്ടുകാരോട് ആരും ചെന്ന് പറയത്തില്ല, നമ്മുടെ വീട്ടിൽ ഈ വിവരങ്ങൾ പറയും, നമുക്കത് പരിഹരിക്കാനുള്ള കൃത്യമായ അവബോധമുണ്ടാകും. ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? അടുത്തിരുന്ന പെങ്കൊച്ചി ചിലപ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കും, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ അവിടെ നിന്ന് ചിരിച്ച് കാണിക്കും. അന്നേരം വിചാരിക്കും എൻ്റെ വീട്ടിൽ എന്നെ നോക്കി ചിരിക്കാൻ ആരുമില്ല, ഇവൻ എന്തിനാ ചിരിച്ചത്, ഒന്ന് നോക്കിയേക്കാം എന്ന് വരാനൊരു സാധ്യത അവിടെയുണ്ട്. ആ സാധ്യതയെ തള്ളിക്കളയണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം. ശ്രദ്ധിക്കാൻ കഴിയുന്ന, കേൾക്കാൻ കഴിയുന്ന, നിങ്ങളുടെ മക്കളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന് അവസരമുണ്ടാകുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മുൻപോട്ട് ശക്തമായി പോകാൻ ഇടവരും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത ഞാൻ ചേർത്ത് പറഞ്ഞത്, നമ്മുടെ കുടുംബത്തിനകത്ത് ഒരു പഠനം ആവശ്യമാണ്. ലേണിംഗ് ഫാമിലി ആയിരിക്കണം. എന്താ പഠിക്കേണ്ടത്? വേദപുസ്തകം നേർച്ചയ്ക്ക് രാവിലെ വായിച്ചേച്ച് പോകുന്ന ഒരു കുടുംബമല്ല, മറിച്ച് ഒരുമിച്ചിരുന്ന് വായിക്കുന്ന ഒരു കുടുംബമായിരിക്കണം. വേദപുസ്തകത്തെ മാറോട് ചേർത്തിട്ടുള്ള ഒറ്റ കുടുംബം പോലും തകർന്നു പോയിട്ടില്ല. വേദപുസ്തകം നമ്മുടെ ജീവന്റെ നാഡിയാണെന്നുള്ള ആ ബോധ്യമുണ്ടായിട്ടുള്ള ഒറ്റ കുടുംബം പോലും ശിഥിലമായിട്ടില്ല. അവർക്ക് മനസ്സിലാകും പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ നമ്മോട് സംസാരിക്കുന്ന ഏറ്റവും നല്ല പ്രവാചകനാണ് ഈ പുസ്തകം. ജീവിതത്തിനകത്ത് നമ്മെ നേർവഴി നടത്തുന്ന ഒരു വലിയ മാനുവല നമ്മുടെ പുസ്തകം. ഈ സത്യവേദ പുസ്തകത്തിൻ്റെ അന്തസത്ത തിരിച്ചറിഞ്ഞ് അതിൻ്റെ മുൻപിൽ കീഴ്പ്പെടാൻ ഒരു കുടുംബം എവിടെയാണോ തയ്യാറാകുന്നത്, അവിടെ ആ കുടുംബം വളരും. ജീവിതത്തിനകത്ത് നമുക്ക് അറിവ് പകരുക മാത്രമല്ല, നമ്മെ ജയത്തോടെ നിർത്തുവാൻ, ഉറപ്പോടെ നിർത്തുവാൻ വചനം നമുക്ക് കൂട്ടായിട്ടുണ്ടാകുമെന്നുള്ളത് മറന്നു പോകരുത്. നമ്മുടെ തലമുറകൾക്കകത്തേക്ക് ആ വചനത്തിൻ്റെ അന്തസത്ത പകർന്നു കൊടുക്കാൻ കഴിയണം. അവർ വചനം പഠിക്കണം. വചനത്തിൻ്റെ എല്ലാവിധമായ ആഴങ്ങളിലേക്കും അവർക്ക് എത്തിപ്പെടാനായിട്ട് കഴിയണം. അവരുടെ തലച്ചോറ് വചനം നിറഞ്ഞതായിരിക്കണം. ഒരു യഹൂദ കുടുംബത്തിനകത്ത് ഒരു കൊച്ചുമകൻ ജനിച്ചാൽ 3 വയസ്സ് പ്രായമാകുമ്പോൾ അവന് ചെറിയ കാര്യങ്ങളൊക്കെ പിച്ച വെച്ചൊക്കെ പറഞ്ഞു വരുന്ന പരുവത്തിൽ അവൻ്റെ അപ്പൻ ചേർത്ത് പിടിക്കും. അവനോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എന്താ അതിൻ്റെ പേര്? ക്ഷേമ എന്ന എബ്രായ ഭാഷയിൽ പറയുന്നത് ക്ഷേമ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുതാത്ത സാധനം. പറഞ്ഞു കൊടുക്കും, മോനെ നിനക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ പലതും നീ കണ്ടെന്നിരിക്കും, പക്ഷേ നീ വ്യത്യസ്തനാ, നീ വേർപെട്ടവനാ, നീ ഇസ്രായേലിയനാ, നിനക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്കൊറ്റ ദൈവമേ ഉള്ളൂ, അവൻ്റെ പേര് യഹോവയായ ദൈവമെന്ന. ഇത് എത്ര പ്രിയപ്പെട്ടവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? നമ്മുടെ തലമുറകൾ അത് അറിഞ്ഞ് വളരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം, നാട്ടിലുള്ളവനെ പോലെയല്ല ഞങ്ങൾ വ്യത്യസ്തനാ, ഞങ്ങൾ വേർപെട്ടവനാ, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാ ഞങ്ങൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യം അവർക്ക് മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും ആ തലമുറ നഷ്ടപ്പെട്ടു പോകില്ല. ഇസ്രായേലിനെ ചുറ്റി വളഞ്ഞു നിന്ന ശത്രുക്കളെല്ലാം പതറിപ്പോയ നമ്മൾ കണ്ടതാ. ഭൂപടത്തിൽ നിന്നവനെ തുടച്ചു മാറ്റാൻ വേണ്ടി 7 ശത്രു രാജ്യങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോഴും അന്നത്തെ പ്രധാനമന്ത്രി വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ശത്രു പ്രബലനാ, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അവനേക്കാൾ പ്രബലനായ ഒരു ദൈവമാ നമ്മുടെ യഹോവയായ ദൈവം. അവൻ നമുക്ക് ജയം തരുന്നവനാ. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കുടുംബങ്ങൾ എത്ര വലിയ വൈരി നമ്മെ ചുറ്റി വളഞ്ഞാലും അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ജയം നൽകുവാൻ നമ്മുടെ കൂടെ ആ ദൈവമുണ്ടെന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം. ഈ ബോധ്യം ഉണ്ടാകുന്നത് വചനത്തിനകത്തൂടെ. നിങ്ങൾ വായിച്ച പഴയ നോവലുകളല്ല. ഞാൻ MA ഇംഗ്ലീഷ് ആയിരുന്നു പന്തളം NSS കോളേജിൽ പഠിച്ചത്. പിന്നെ കുറച്ച് നാൾ പഠിപ്പിക്കാനുമൊക്കെ അവസരം കിട്ടി. ഒതല്ലോയും മാക്ബത്തും ഷേക്സ്പിയറിൻ്റെ ഒരുപാട് നാടകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇമേജ് പോയി. പക്ഷേ ഇത് വായിച്ചു, വർഷം ഇത്രയും 46 വയസ്സ് ആയി എനിക്ക് പ്രായമുണ്ട്. ഇത്രയും കൊല്ലത്തിനിടെ ഇത് വായിച്ചിട്ട് ഇന്നും അതിൻ്റെ പുതുക്കം മാറിയിട്ടില്ല. ഇന്നലെ വായിച്ച വാക്യം ഇന്ന് വായിക്കുമ്പോൾ എനിക്ക് അടുത്തൊരു തലത്തിലേക്കാണ് കയറാൻ കഴിയുന്നത്. വചനത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ഇത്. നമ്മുടെ തലമുറയ്ക്ക് മനസ്സിലാകണം. അവരുടെ തലച്ചോറിനകത്ത് അത് പറഞ്ഞു കൊടുക്കണം, മോനെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ജീവൻ നൽകുന്നത്. ഈ ബോധ്യം കുടുംബത്തിനകത്തുനിന്ന് കിട്ടിയാൽ വചനം നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് കഴിയും. അപ്പം ആത്മീയ പക്വതയുള്ളൊരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിൽ ആദ്യത്തേത് പ്രാർത്ഥന, രണ്ടാമത്തേത് തിരുവചനം അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുവാനായിട്ട് കഴിയണം, മൂന്നാമത്തേത് ആരാധനയാണ്, വേർഷിപ്പ്.
വർഷിപ്പ്, നമ്മുടെ അനുഗ്രഹീതന്മാരായ ദൈവദാസന്മാർ ഇന്ന് നമ്മളെ ഒറ്റ പാട്ടേ പാടിയുള്ളെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചു. നമ്മളെ ആരാധനയിലേക്ക് നയിക്കുകയാണ് അവർ ചെയ്തത്. നമുക്ക് ആരാധിക്കാൻ താല്പര്യമില്ലല്ലോ, നമ്മൾ ആരാധിക്കത്തില്ല. അവർ ആരാധിച്ച് നമ്മളെ കാണിച്ച് അവർ പോയി. പക്ഷേ നമ്മൾ ഓരോരുത്തരും ആരാധിക്കണം. ഞങ്ങൾ ദൈവദാസന്മാരൊക്കെ പലപ്പോഴും ഇങ്ങനെ ജാക്കി വെച്ച് ആരാധിപ്പിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും 1 പറ, 2 പറ, 3 പറ, ഒരു ഹല്ലേലൂയയുടെ പറ. എന്തിനാ പറയുന്നത്? അകത്ത് യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തികൾ നമ്മുടെ തലച്ചോറിനകത്ത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളും പറയണ്ട, നമ്മൾ മുട്ടുമടക്കിയിട്ട് പറയും, എൻ്റെ കർത്താവേ, ഇവിടെ വന്നിരിക്കുന്നപ്പോൾ മുതൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. ജീവിതത്തിനകത്ത് ആ തരത്തിൽ ദൈവത്തെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്ന ഒരാരാധന നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഉണ്ടാകണം. ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്ന ഒരു കുടുംബം, ഒരുമിച്ചിരുന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ദൈവത്തിന് പ്രസാദമാണെന്ന് മറന്നു പോകരുത്. അതിനെ വിളിക്കുന്ന ഫാമിലി ഓൾട്ടർ എന്താ ഓൾട്ടറിൻ്റെ എന്നും കത്തിക്കൊണ്ടിരിക്കും. അതിനകത്തൂടെ ഇങ്ങനെ സുഗന്ധവർഗം കത്തിക്കൊണ്ടിരിക്കും. ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിനകത്തൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളെ കാണുന്നവർ ദൈവസന്നിധാനത്തിൽ യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് ഇടയാകും. ആ തരത്തിൽ നിങ്ങൾക്ക് പ്രകാശം പരത്തത്തക്ക രീതിയിൽ വളരാനായിട്ടിടയാകും. അതായിരിക്കണം നമ്മുടെ കുടുംബത്തിൻ്റെ ആരാധന. അതിനുശേഷമാണ് നമ്മൾ പലപ്പോഴും സഭയിൽ വരുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങളെ ആരും നിർബന്ധിക്കേണ്ട. അവർ 4 പേരോ 5 പേരോ ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ പള്ളിയിൽ വരുമ്പോൾ, അവർ ആരാധനയ്ക്ക് വരുമ്പോൾ അവർ തന്നെ ആരാധിച്ചോളും. കാരണം വീട്ടിൽ ആരാധനയുണ്ട്. ആരാധിക്കുന്ന കുടുംബത്തെ എവിടെ പോയാലും തിരിച്ചറിയാൻ കഴിയും. അവരുടെ മുഖം എന്നും ശോഭിച്ചു കൊണ്ടിരിക്കും, പ്രശോഭിച്ചു കൊണ്ടിരിക്കും. ആരാധനയ്ക്ക് പോകുന്നവനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയാം? ഹന്നയോട് ചോദിക്കണം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആദ്യത്തെ ഭാഗമൊക്കെ വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാം, ജീവിതത്തിൽ പ്രശോഭ നഷ്ടപ്പെട്ടു പോയ ഒരു സഹോദരി. പക്ഷെ അവളുടെ അകത്ത് ഒറ്റ ചിന്തയുള്ളായിരുന്നു, ഞാൻ ഈ വേദനകളെല്ലാം ആലയത്തിൽ കൊണ്ട് ഇറക്കി വെക്കാൻ പോകുക, അവിടെ പ്രാർത്ഥിക്കാൻ പോകുക. ദർശനം നഷ്ടപ്പെട്ടു പോയ ആ പുരോഹിതൻ അതുവഴി പോയപ്പോൾ ഈ സഹോദരി എടുക്കുക വെച്ച്, രാവിലെ നല്ല ഫിറ്റാ അല്ലേ, പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, വാക്കുകളൊക്കെ പറഞ്ഞു, പിന്നെയും വേദനയാ. വേദനിച്ചുകൊണ്ടിരുന്നെങ്കിലും ആരാധിക്കുന്നവൾ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇല്ല പുരോഹിതനെ, ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാം എൻ്റെ ഭർത്താവ് നല്ല മനുഷ്യനാണ്, എന്നെ ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ അതിനപ്പുറം തന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മുൻപാകെ ഞാൻ എൻ്റെ ഹൃദയം പകരുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ടെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയും. ഞാൻ ആ വാക്യം വായിച്ച് അറിയാതെ കരഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമുണ്ട്. ദർശനം നഷ്ടപ്പെട്ടു പോയ ഏലി ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വെളിച്ചം കിട്ടുക. അദ്ദേഹം പറയുക, സഹോദരി ഒരു കാര്യം ഓർത്തോണം, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളും. നടന്നോ? 1 വർഷമാകുന്നതിന് മുമ്പ് ശമൂവേൽ ബാലനെ കിട്ടി. കാര്യം എന്താണെന്നറിയാമോ? നീ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ നിനക്ക് മാത്രമല്ല അനുഗ്രഹം ഉണ്ടാകുന്നത്, ആരാധന കണ്ടുകൊണ്ടിരിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. ഈ കാലഘട്ടത്തിന് സംഭവിച്ചെന്നറിയാം, നമ്മുടെ ആരാധനകളൊക്കെ വെറും പ്രഹസനങ്ങളാണ്. ഒരുപാട് പ്രഹസനങ്ങളുടെ കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞ പല കാര്യങ്ങൾക്കകത്ത് ഈ പ്രഹസനങ്ങളാണ്. കൊച്ചു പിള്ളേരെയൊക്കെ വിളിച്ച് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് കയ്യടി, അന്യഭാഷ, ഇതാണ് നമ്മുടെ ആരാധന. അല്ല, ഹൃദയത്തിനകത്തുനിന്ന് അവർക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തോട് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. എനിക്ക് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ ഞാൻ എൻ്റെ ചെവി ഉയർത്തുമ്പോൾ എനിക്ക് ദൈവം പറയുന്നത് കേൾക്കാൻ കഴിയുക. ആ തരത്തിലൊരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ആരാധിക്കുന്ന ഒരു പ്രിയപ്പെട്ടവന് മാത്രമേ കഴിയത്തുള്ളൂ. 4ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു കൗൺസിലറുമായി അഭേദ്യമായ ബന്ധമുണ്ടാകണം. എന്താ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത? നിങ്ങളെല്ലാവരും മിക്കവാറും എല്ലാവരും GPS, നമ്മുടെ ഗൂഗിൾ മാപ്പും ഒക്കെ വർക്ക് ചെയ്ത് ആണ് ഓടിപ്പോകുന്നത്, ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പലതും പല സമയത്തും നാട്ടിലാന്നേ തെറ്റിച്ച് കുഴിയിലൊക്കെ കൊണ്ട് ചാടിച്ചു, എവിടെയൊക്കെ വെള്ളത്തിൽ കൊണ്ടുവന്ന് പലരും വീണ് 1-2 പേര് ചാവുകയും ചെയ്തു. പോട്ടെ, എങ്കിൽ പോലും ഇന്ന് വരെ ഒരാളെയും വഴിതെറ്റിക്കാത്ത ഒരൊറ്റ മാപ്പേ ഉള്ളൂ, അത് പരിശുദ്ധാത്മാവാ. ജീവിതത്തിനകത്ത് നിങ്ങൾ ഒറ്റ വാക്ക് വിളിച്ചാൽ, എൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണം. രാവിലെ ഞാൻ ഇറങ്ങുകയാണ്, എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് വഴി അറിയില്ല, പക്ഷേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണം. നിങ്ങളൊന്ന് പറയും, നിങ്ങളുടെ കൂടെ ചേർന്ന് നടക്കും. മോനെ മോളെ ഇതാ വഴി, തിരിഞ്ഞു, ലെഫ്റ്റ് റൈറ്റ്, ഇത് കൃത്യമായിട്ട് പറയും. പരിശുദ്ധാത്മാവിൻ്റെ സിഗ്നൽ വിട്ടുപോയാൽ പിന്നെ നമ്മൾ എവിടോട്ടാണ് പോകുന്നതെന്ന് പോലും തിരിച്ചറിയത്തില്ല. അവിടെയാ നമ്മൾ കേൾക്കും, നിങ്ങളിപ്പോൾ പരിധിക്ക് പുറത്ത്. ഇവിടെ കേൾക്കത്തില്ല, നാട്ടിൽ കേൾക്കും. നാട്ടിൽ വിളിക്കും മിക്കവാറും ഉള്ളവരെല്ലാം പരിധിക്ക് പുറത്താണ്. കാരണം എന്താ? അവർ റേഞ്ചിനകത്തല്ല, അവർ ഈ ടവറിൻ്റെ കീഴിലല്ല എന്നുള്ളതാ. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ടവറിൻ്റെ കീഴിലാണെങ്കിൽ എന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്.
എൻ്റെ മകൻ, എൻ്റെ മകൾ വിളി കേൾക്കും. മോനെ മോളെ എന്ന് വിളിച്ച് നേർവഴിക്ക് നയിക്കുന്ന ഒരനുഭവം. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേണ്ടി ഒരു കൊച്ചു ടിപ്പ് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇവരെ നോക്കിയിട്ട് പലപ്പോഴും പറയും, കർത്താവേ ഇവരുടെ ഭാവി എന്താകും, ഇവരെങ്ങോട്ടാണ് പോകുന്നത്, നാളെ എന്താ? നിരാശപ്പെടേണ്ട. പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്യാൻ ഏൽപ്പിച്ചാൽ മതി. ഇവർ രാവിലെ സ്കൂളിലോ കോളേജിലോ പോകാൻ തുടങ്ങുമ്പോൾ അപ്പനോ അമ്മയോ ആരാ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ തലയിലൊന്ന് കൈവച്ചിട്ടുണ്ട്, കർത്താവേ ഞങ്ങൾക്ക് അവരുടെ കൂടെ പോകാൻ കഴിയില്ല, പക്ഷേ അങ്ങ് പോകണം, അങ്ങ് സഞ്ചരിക്കണം, പോകേണ്ട വഴി പറഞ്ഞു കൊടുക്കണം. അവർ വഴി തെറ്റാതെ അവിടുത്തെ ദൂതന്മാരുടെ സഞ്ചയം ഉണ്ടാകണം. ദുഷ്ടൻ തുടരുത്, ശത്രു കാണരുത്, മറച്ചുകൊള്ളണം. രക്തം അവർക്ക് മുദ്രയായിട്ടിരിക്കണം. ഇത്രയൊന്ന് പറഞ്ഞൊന്ന് വിട്ടു നോക്കിക്കേ, നിങ്ങൾക്ക് കാണാം അവരൊരു കുഴപ്പവും കൂടാതെ തിരിച്ചു വരും. എന്താ അതിൻ്റെ കാര്യം? നിങ്ങൾ ഏൽപ്പിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്കാണ്. ഇന്ന് പകൽ ഓർത്തിരിക്കണം, നമ്മുടെ കുടുംബങ്ങൾക്ക് ആ തരത്തിലുള്ളൊരു കൃത്യമായ അവബോധം ഉണ്ടായിരുന്നു. ഇന്നത് കുറഞ്ഞു വന്നിരിക്കുക. തിരിച്ചു വരണം. നമുക്ക് ബാക്ക് ടു ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലേക്കൊരു മടങ്ങി വരവ് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട അന്തസത്യ. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഒരു ഫെലോഷിപ്പാണ്. കൊയിനോനി എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ ഫെലോഷിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെട്ട് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൂട്ടായ്മ വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളോടൊപ്പം തന്നെ നമ്മുടെ സഭയ്ക്കകത്ത് കൂട്ടായ്മകളുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ആ തരത്തിലുള്ള നല്ല കൂട്ടായ്മ. നാട്ടിലതൊക്കെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. പ്രത്യേകിച്ച് കർത്തൃമേശയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കണ്ടാലറിയാം എങ്ങനെയാണ് ആൾക്കാർ ഇരിക്കുന്നതെന്നുള്ളത് കൃത്യമായിട്ടറിയാം. കണ്ണടച്ചേച്ച് കർത്തൃമേശയ്ക്ക് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോൾ നേരത്തെ ഇരുന്ന പോലെയല്ല. കാരണം എന്താ? ചുംബനമുണ്ട്. എൻ്റെ അടുത്തിരിക്കുന്ന പാർട്ടി എനിക്ക് ഉമ്മ കൊടുക്കാൻ പറ്റാത്തതാ. അതുകൊണ്ട് നേരെ സ്റ്റെപ്പ് മാറി അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ ലെയറിൽ ഞാൻ കണ്ടിട്ടുള്ള, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഞാൻ ഈ പറയുന്നത്. എവിടെയാ വിശ്വാസി ഫെലോഷിപ്പ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ മാറിപ്പോയത്? ജീവിതത്തിനകത്ത് ഓർക്കണം, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, ഹൃദയത്തിനകത്ത് ആ ഒരു ആത്മഭാരമുണ്ടെങ്കിൽ നമ്മുടെ വിഷയം പോലെ ഒരു എമ്പതറ്റിക്കായിട്ട് അവരുടെ വേദനകളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് എത്തും. ഇത് കുടുംബത്തിൽ നിന്ന് നമ്മൾ പകർന്നു കൊടുത്താൽ നിങ്ങളുടെ കുടുംബം ആ തരത്തിൽ ഫെലോഷിപ്പ് ഓറിയൻറ്റഡായി, കൊയിനോനിയ ഓറിയൻറ്റഡായി മാറുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഒന്നോർക്കണം, നമ്മുടെ തലമുറകളെ ഇത് പഠിപ്പിക്കണം. ജീവിതത്തിനകത്ത് അവരുടെ തലച്ചോറിൽ ഇത് കൃത്യമായി കയറണം. മക്കളെ, നമ്മുടെ ജീവിതം നൈമിഷികമാണ്, വളരെ നിസ്സാരമാണ്, ഏത് സമയത്തും. പക്ഷെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. ഇന്ന് നാം പ്രവർത്തിക്കുന്നതിനെല്ലാം പ്രതിഫലമുണ്ട്. ഇത് ജീവിതത്തിനകത്ത് എന്നും നിലനിൽക്കുന്നതാണ് എന്നൊരു ബോധ്യം അവർക്ക് കിട്ടിയാൽ അവർ തീർച്ചയായിട്ടും മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സഹായിക്കാൻ തയ്യാറാകും. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുത്തൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ പിന്നെ അവസരം ലഭിക്കാതെ വന്നപ്പോൾ എൻ്റെ ഭാര്യ അത് ഏറ്റെടുത്തു. ഇന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, 10ാം ക്ലാസ്സിലേക്ക് കയറുക രണ്ടാമത്തെ മോൻ, മൂത്തവൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ പൂർത്തിയാകുന്നു. അവരെ ആരും പറഞ്ഞു വിടണ്ട. അവരുടെ ഹൃദയത്തിനകത്ത് ഒരു ചെറിയ വെളിച്ചം വന്നാൽ അവർ രണ്ടുപേരും, അവർ 3 പേരും, ഞാനില്ലാത്തപ്പോഴാണെങ്കിലും മണ്ണന്തല ജംഗ്ഷനിലോ കേശവാസവരം ജംഗ്ഷനിലോ ഒക്കെ ട്രാക്ട് കൊടുക്കാൻ പോകും. അവർക്കതിനൊന്നും മടിയോ ഇല്ല, പേടിയില്ല. എന്നെയും എൻ്റെ ഭാര്യയും കൂടെ ഓടിച്ച സ്ഥലങ്ങളാണ് അതൊക്കെ. പക്ഷേ ഇന്ന് അവർക്ക് ധൈര്യമായിട്ട് വരും. പിള്ളേരെ ആരും ഓടിക്കത്തൊന്നുമില്ല. അവർ കൊണ്ടുകൊടുത്ത് അങ്ങളെ ഇതിരിക്കട്ട് വായിക്കണേ എന്ന് പറഞ്ഞാൽ അവർ മേടിച്ചുകൊണ്ട് പോയി വായിക്കും. പക്ഷേ പൊതിച്ചോറുമായിട്ട് RCCയുടെ മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ മുഖം ചുളിക്കുന്നവർ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ വാങ്ങിക്കും. എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? അവർക്കറിയാം സ്നേഹത്തോടെ ഒരു നേരത്തെ ആഹാരം പങ്കുവെക്കുമ്പോൾ ഹൃദയത്തിനകത്ത് സ്നേഹമുള്ളവൻ മാത്രമേ ആഹാരം കൊണ്ടുവരുള്ളൂ എന്ന ബോധ്യം ഈ തലമുറകൾക്കകത്തേക്ക് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ തലമുറകൾ നാളെ ഈ സമൂഹത്തിന്, നമ്മുടെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. നമുക്ക് എന്താ ഈ ലോകത്ത് നിന്ന് മാറ്റിയെടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ചില നല്ല ഓർമ്മകളല്ലേ? ആ ഓർമ്മകൾക്കകത്ത് എന്നും ഓർക്കണം, നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ കുടുംബങ്ങൾ വളരണം. അങ്ങനെ വളരാൻ കഴിയുന്ന കുടുംബങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും ആ തരത്തിൽ ഉയരാൻ, വളരാൻ കഴിയുന്ന ഒരു നല്ല കുടുംബമായി നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കാനിട വരട്ടെ. 1-2 കൊച്ചു ചിന്തകൾ കൂടെ, എനിക്കിനി 2-3 മിനിറ്റ് സമയം ഞാൻ വേഗത്തിൽ നിർത്തിയേക്കാം. 1-2 ചലഞ്ചസ്, ഇന്ന് നാം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ചസ്. നമുക്ക് സംശയങ്ങൾ വിതയ്ക്കുന്ന ഒരുപാട് വസ്തുതകൾ നമ്മുടെ കുടുംബത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഒരു മിസ് കോള്, വാട്സപ്പിൽ ഒരു മെസ്സേജ്, ജീവിതത്തിനകത്ത് കേട്ടിട്ടില്ലാത്ത പലതുമൊക്കെ പലപ്പോഴും സംശയമുണ്ടാകും. കുടുംബ ബന്ധങ്ങൾക്കകത്ത് എന്നും ഓർത്തിരിക്കണം, അത് ക്ലാരിഫൈ ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ. ഒരു സംശയം വന്നാൽ അതിൻ്റെ പുറത്ത് അടുത്ത സംശയം വന്നാൽ അതിൻ്റെ പുറത്ത് അടുത്തത് വന്നാൽ പിന്നെ ആകട്ടെ എന്നിരുന്നാൽ
അത് ഞങ്ങളെപ്പോലുള്ളവരെ പിന്നെ വിളിക്കേണ്ടി വരും. ഒരിക്കലും ഞാൻ എൻ്റെ കൗൺസിലിംഗ് ഡെസ്കിലിരുന്നാൽ ഞാൻ പ്രാർത്ഥിക്കാണ്, കർത്താവേ ഇന്ന് വന്ന കുടുംബം ഇനിയും ഒരിക്കലും കൗൺസിലിങ്ങിന് വരാൻ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നയാളാണ്. പൈസ വേണ്ടാഞ്ഞിട്ടല്ല, പക്ഷേ അവരനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. എന്താ അതിൻ്റെ കാരണം? കുടുംബ ബന്ധങ്ങൾ വല്ലാതെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് പ്രശ്നപരിഹാരം കുടുംബത്തിൽ തന്നെ പരിഹരിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ കുടുംബം വേറെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല. അവർക്ക് ഈ പുസ്തകം പ്രമാണിച്ചുകൊണ്ട് മുൻപോട്ട് പോയി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കകത്തും ഈ ഹാർമണി നിലനിർത്തി പോകാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരാൻ കഴിയും. ഞാൻ പറഞ്ഞതെല്ലാം കൂടി ഒന്ന് സംക്ഷേപിച്ച് വേഗത്തിൽ നിർത്താം. ജീവിതത്തിനകത്ത് നിങ്ങൾ ഓർക്കണം, കാനാവിലെ ആ കുടുംബത്തിൽ യേശുവിനെ ക്ഷണിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലേക്ക് യേശു യഥാർത്ഥത്തിൽ ഒന്ന് ഇറങ്ങി വരട്ടെ. വിളിക്കാൻ പറയുന്ന അനുഭവത്തിൽ നിങ്ങളൊന്ന് വിളിച്ച്, റബൂനി, എൻ്റെ കുടുംബത്തിൻ്റെ ഇന്നത്തെ സ്ഥിതി അറിയാവുന്ന അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് വരണേ. എന്നെ നന്നായി അറിയാവുന്ന, എൻ്റെ അകക്കണ്ണ് തുറന്നിരിക്കുക, പക്ഷെ എൻ്റെ പുറം കണ്ണ് പലപ്പോഴും അടഞ്ഞിരിക്കുക, പലതും എനിക്ക് കണ്ടിട്ടും കാണാതെ പോകുന്നത് പോലെ ആയിത്തീർന്നിരിക്കുക. എൻ്റെ കണ്ണൊന്ന് തുറന്നു തരണമേ റബൂനി, എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കണമേ എന്ന് പറഞ്ഞ് തുടങ്ങാൻ കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം മാറും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിബന്ധങ്ങളുള്ള, സംവേദനമുള്ള, കൂട്ടായ്മയുള്ള നല്ല കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ. ലിവിങ് വാട്ടർ എന്നാണ് നിങ്ങളുടെ ചർച്ചിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് കുടിക്കുന്നവൻ്റെ ജീവൻ ഒരിക്കലും മാറില്ല. നാം ജീവനുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്നും യേശു കർത്താവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന അനുഗ്രഹീത കുടുംബങ്ങളായി നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കുടുംബങ്ങളെ എല്ലാവരെയും ആശീർവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അവസരമൊരുക്കി തന്ന കർത്തൃഭൃത്യനും ദൈവമക്കൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.